60 ലക്ഷത്തോളം മെമ്പേഴ്സ് വന്നിട്ടുള്ള 60 ലക്ഷത്തിന് മുകളിൽ മെമ്പേഴ്സ് കടന്നു വന്നിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് നിങ്ങൾ എന്നിൽ നിന്നും കേൾക്കാൻ പോകുന്നത്. സോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്രയും ആളുകൾ എന്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു, എന്താണ് ഈ ബിസിനസ് മോഡലിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ബിസിനസ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പ്രസന്റേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വരുന്ന ഒരു 45 മിനിറ്റ് സമയത്തേക്ക് ഈ ഒരു പ്ലാൻ എന്താണെന്ന് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് പ്രസന്റേഷനിലേക്ക് കടക്കാം. ഡിയർ ഫ്രണ്ട്സ്, ക്രൗഡ് വൺ, ഇംപോസിബിൾ ഈസ് നത്തിങ്. ക്രൗഡ് വൺ എന്നൊരു പ്രോജക്റ്റ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇംപോസിബിൾ ഈസ് നത്തിങ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അസാധ്യമായിട്ട് ഒന്നുമില്ല. യെസ്, ഈ ലോകത്ത് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ലോകത്തിന്റെ മുന്നിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിന്റെ മുന്നിലേക്ക് തെളിയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ഡിയർ ഫ്രണ്ട്സ് ക്രൗഡ് വൺ എന്നൊരു ആശയം. എന്താണ് ആ ക്രൗഡ് വൺ എന്നുള്ളതും, ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതും, എവിടെ നിന്നുമാണ് ഈ ഒരു കൺസെപ്റ്റ് തുടങ്ങിയതെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇന്ന് ലോക്ക്ഡൗൺ, ക്വാറന്റൈൻ, COVID-19 എന്നൊക്കെ പറഞ്ഞ പുതിയ കുറെ വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. കാരണം COVID-19 എന്ന് പറയുന്ന ഒരു വൈറസ് വന്നത് കൊണ്ട് തന്നെ ലോകത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വീട്ടിലിരിക്കണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യണം എന്നാണ് ഗവൺമെന്റും അതുപോലെ തന്നെ ഹെൽത്ത് ഓർഗനൈസേഷൻസും എല്ലാം നമ്മളോട് പറയുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ വീട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എങ്ങനെ വരുമാനം നേടും, അല്ലെങ്കിൽ നമ്മളുടെ വരുമാനത്തിന് ഒരു തടസ്സമാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് തരത്തിലുള്ള പല സ്കീമുകളും പല പ്രോജക്റ്റുകളും പല ബിസിനസ് മോഡലുകളും നമ്മളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അത്തരം മോഡലുകൾ പോലെ ഒരു മോഡൽ മാത്രമാണോ ഇതൊന്നും, അല്ലെങ്കിൽ എന്താണ് ഈ ബിസിനസ് എന്നും വ്യക്തമായി നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്കും ഈ ബിസിനസ് വേണമോ, ഞാനും ഈ ബിസിനസിന്റെ ഭാഗമാകണോ എന്നൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കും. സോ ഡിയർ ഫ്രണ്ട്സ്, ക്രൗഡ് വൺ എന്ന് പറയുന്ന ഇംപോസിബിൾ ഈസ് നത്തിങ്, അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ലോകത്തിന് മുന്നിലേക്ക് പറഞ്ഞുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 60 ലക്ഷത്തിന് മുകളിൽ മെമ്പേഴ്സ് ഏറ്റെടുത്ത ഒരു ബിസിനസ് പ്രോജക്റ്റ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 2016 അത് യൂറോപ്പിലെ സ്പെയിൻ എന്ന് പറഞ്ഞ രാജ്യത്തിലെ മാഡ്രിഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹെഡ് ഓഫീസായിട്ട് വർക്ക് ചെയ്യുന്ന ഇമ്പാക്ട് ക്രൗഡ് ടെക്നോളജി SL എന്ന് പറഞ്ഞ കമ്പനിയാണ് ഡിയർ ഫ്രണ്ട്സ് ക്രൗഡ് വൺ എന്നുള്ള ഒരു ആശയം ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ക്രൗഡ് വണ്ണിന് ഇന്ന് ലോകത്തിന്റെ പല രാജ്യങ്ങളിലായിട്ട് റീജിയണൽ ഓഫീസസ് ഉണ്ട്. അത് ഫിലിപ്പീൻസിലെ മാനിലയിലുണ്ട്, സ്വീഡനിലെ സ്റ്റോക്ക്ഹോം, ഗോതൻബർഗ് എന്നീ സ്ഥലത്തുണ്ട്. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ്, നൈജീരിയയിലെ ലാഗോസ്, കൊളംബിയയിലെ ബഗോട്ട, ബ്രസീലിലെ റിയോ എന്നീ സ്ഥലങ്ങളിൽ റീജിയണൽ ഓഫീസസ് ആയിട്ടും മെയിൻ ഓഫീസ് സ്പെയിനിലെ മാഡ്രിഡിലുമായിട്ടും പ്രവർത്തിക്കുന്ന 2016 യൂറോപ്പിലെ എല്ലാ നിയമവ്യവസ്ഥകൾക്കും അനുസൃതമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡയറക്റ്റ് സെല്ലിംഗ് അതല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ് മോഡലാണ് ക്രൗഡ് വൺ നമ്മളുടെ മുന്നിലേക്ക് തരുന്നത്. സോ നമ്മൾ കേൾക്കാൻ പോകുന്ന കമ്പനിയുടെ ബേസും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എവിടെയാണ് ഇതിന്റെ ഓഫീസസ് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. ഇനി ആരാണ് ഇതിന്റെ ഫൗണ്ടേഴ്സ്, അല്ലെ ആരാണ് ഇതിനെ നയിക്കുന്നത്, അല്ലെ ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതാണ്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മളുടെ മുന്നിലേക്ക് പലതരത്തിലുള്ള പ്രോജക്റ്റുകളാണ് ഇന്ന് കടന്നു വരുന്നത്. അപ്പം ഓരോ പ്രോജക്റ്റുകളും എന്താണെന്നും, അല്ലെ ആ പ്രോജക്റ്റിന് എത്രത്തോളം സാധ്യതയുണ്ടെന്നും, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് എത്രത്തോളം നിലനിൽക്കുന്നതുള്ളതാണെന്നും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കുന്നത് ഈ പ്രോജക്റ്റുകളെ അല്ലെങ്കിൽ ഈ കമ്പനികളെ അല്ലെങ്കിൽ ഈ ബിസിനസ്സിനെയൊക്കെ നയിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റ് ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ്. ഡിയർ ഫ്രണ്ട്സ്, ക്രൗഡ് വൺ എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് ആശയം, ഇംപോസിബിൾ ഈസ് നത്തിങ് എന്ന് പറഞ്ഞ ലോകത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഈ ഒരു ബിസിനസ് ആശയത്തിന്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തി മിസ്റ്റർ ജൊഹാൻ സ്റ്റീൽ വോൺ ഹോൾസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം യൂറോപ്പിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ്, ഒരു സീരിയൽ എന്റർപ്രണർ ആണ്. അദ്ദേഹം ഒരു പബ്ലിക് സ്പീക്കറാണ്, ഓതറാണ്, ഇൻവെസ്റ്ററാണ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് നമ്മൾ അംബാനി, മുകേഷ് അംബാനി അല്ലെങ്കിൽ അനിൽ അംബാനി എന്നൊക്കെ പറഞ്ഞ ആ ഒരു ബ്രാൻഡിങ്ങിൽ പറയപ്പെടുന്ന ആളുകളെ എത്രത്തോളം ആളുകൾക്ക് അറിയാവോ, അല്ലെ എത്രത്തോളം ആളുകൾ അത് കേട്ടിട്ടുണ്ടോ, അതേ ലെവലിൽ അറിയാവുന്ന യൂറോപ്പിലെ ഒരു വ്യക്തിയാണ് ജൊഹാൻ സ്റ്റീൽ വോൺ ഹോൾസ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പല പല കമ്പനികളുടെ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ആ കമ്പനികളെല്ലാം അദ്ദേഹം വളരെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഏറ്റെടുത്ത കമ്പനികളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഐക്കൺ മീഡിയ ലാബ്സ് എന്ന് പറയുന്ന കമ്പനി. അത് നമുക്കറിയാം,
ഇന്റർനെറ്റ് റെവല്യൂഷൻ ഉണ്ടാക്കിയ .com എന്ന് പറഞ്ഞ ഡൊമൈൻ, ആ .com എന്ന് പറഞ്ഞ ഒരു ഡൊമൈനെ ലോകത്തിന്റെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയ ഐക്കൺ മീഡിയ ലാബ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ co-founder ആണ് മിസ്റ്റർ ജൊഹാൻ സ്റ്റീൽ വോൺ ഹോൾസ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ ലെറ്റ്സ് ബൈറ്റ് എന്ന കമ്പനിയും ഐക്യൂബ് എന്ന് പറഞ്ഞ കമ്പനിയും അങ്ങനെ പലതരത്തിലുള്ള കമ്പനികളെ ഏറ്റെടുത്ത് വിജയിപ്പിച്ച നേതൃപാഠവുമുള്ള യൂറോപ്പിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ് ജൊഹാൻ സ്റ്റീൽ വോൺ ഹോൾസ്റ്റീൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഡിയർ ഫ്രണ്ട്സ് ഈ കമ്പനിയുടെ CEO ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തി. ഇമ്പാക്ട് ക്ലൗഡ് ടെക്നോളജി SL എന്ന് പറഞ്ഞ കമ്പനിയുടെ CEO ആണ്, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് മോഡലിനെ നയിക്കുന്ന വ്യക്തിയാണ് മിസ്റ്റർ ജൊഹാൻ സ്റ്റീൽ വോൺ ഹോൾസ്റ്റീൻ. അദ്ദേഹത്തിന്റെ നേതൃപാഠവും അല്ലെ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈലും തന്നെയാണ് ഈ കമ്പനി ഇത്രത്തോളം ഉന്നതിയിലേക്ക് എത്തിക്കാനും ഇത്രത്തോളം ആളുകൾ ഈ ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാനും അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് മോഡൽ ഏറ്റെടുക്കാനും കാരണവും അദ്ദേഹം തന്നെയാണ്. കാരണം അദ്ദേഹം വേൾഡ് എക്കണോമിക് ഫോറം പോലുള്ള ലോകത്തെ അറിയപ്പെടുന്ന പ്രശസ്തമായ പ്രോഗ്രാമുകളിൽ പോലും അറ്റൻഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. 3 തവണ, ഒരു തവണയല്ല 3 തവണയോളം വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറയുന്ന ബിസിനസ് കോൺക്ലേവ് പ്രോഗ്രാമിൽ പോലും പങ്കെടുത്ത ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയാണ് മിസ്റ്റർ ജൊഹാൻ സ്റ്റീൽ വോൺ ഹോൾസ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് ഈ Crowd1 എന്ന് പറഞ്ഞ കമ്പനിയുടെ CEO. അതുപോലെ തന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആശയം, വൺ വേൾഡ് വൺ Crowd1, ലോകത്തെ എല്ലാ ആളുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, എന്നിട്ട് ആളുകളിലൂടെ പലതരം പ്രോഡക്റ്റുകൾ മാർക്കറ്റിംഗ് ചെയ്യുക, എന്നിട്ട് ആ ആളുകൾക്കും കൂടി ആ ബിസിനസിന്റെ ലാഭം വീതിച്ചു കൊടുക്കുക. എല്ലാ ആളുകൾക്കും ഒരേ കുടക്കീഴിൽ വരാനും എല്ലാവർക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഇൻകം ഏൺ ചെയ്യാനും സാധിക്കുന്ന ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ, അതല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈസി മെത്തേഡ് ആയിട്ടുള്ള സിസ്റ്റത്തെ ലോകത്തിന്റെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി അല്ലെങ്കിൽ ഈ ആശയം കൊണ്ടുവന്ന വ്യക്തിയാണ് മിസ്റ്റർ ജോണാസ് എറിക് വെർണർ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹമാണ് ഡിയർ ഫ്രണ്ട്സ് Crowd1 എന്ന് പറയുന്ന കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് സെയിൽസ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തി. അദ്ദേഹമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആശയം ലോകത്തിന്റെ മുന്നിലേക്ക് പരിചയപ്പെടുന്നത്. അദ്ദേഹമാണ് ഈ മിസ്റ്റർ ജൊഹാൻ സ്റ്റീൽ വോൺ ഹോൾസ്റ്റീൻ എന്ന വ്യക്തിയോട് ഈ ഒരു ആശയം അവതരിപ്പിച്ചതും പിന്നീട് ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇന്ന് Crowd1 എന്ന് പറയുന്ന കമ്പനിയെ നയിച്ചു കൊണ്ടുപോകുന്നത്. സോ ഫൗണ്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തി മിസ്റ്റർ ജോണാസ് എറിക് വെർണർ ആണ്. അദ്ദേഹം ഏകദേശം 20 വർഷത്തോളം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ, ടോപ്പസ്റ്റ് കമ്പനികളിലെ നല്ലൊരു ലീഡർഷിപ്പ് പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരു ടീമിനെ മാനേജ് ചെയ്ത് ലീഡ് ചെയ്ത് വിജയിപ്പിച്ച നേതൃപാഠവും ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് നമ്മുടെ കമ്പനിയുടെ ഫൗണ്ടർ ആയിട്ട് നിൽക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, സിഇഒന്റെയും ഫൗണ്ടറിന്റെയും പ്രൊഫൈൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ പ്രൊഫൈൽ കൂടുതൽ എടുത്തറിയണമെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, അവരുടെ പേരടിച്ച് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് ജൊഹാൻ വെസ്റ്റർഡാൽ എന്ന് പറയുന്ന ചീഫ് കൊമേഴ്സ്യൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തി. Crowd1 എന്ന് പറയുന്ന കമ്പനിയുടെ ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ മിസ്റ്റർ ജൊഹാൻ വെസ്റ്റർഡാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ലോകത്തെ അറിയപ്പെടുന്ന ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ CEO ആയിരുന്നു. ഓറിഫ്ലെയിം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ CEO ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റർ ജൊഹാൻ വെസ്റ്റർഡാൽ ആണ് ഇന്ന് Crowd1 എന്ന് പറയുന്ന കമ്പനിയുടെ ചീഫ് കൊമേഴ്സ്യൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ അത്രയും ടോപ്പസ്റ്റ് പൊസിഷനിലുള്ള, അത്രയും എന്താ പറയുക, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിന്നും മാനേജ് ചെയ്ത മാനേജറിയൽ സ്കില്ലുള്ള മികച്ച നേതൃപാഠവുമുള്ള ഒരു വ്യക്തിയാണ് Crowd1ന്റെ ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ. അതുപോലെ തന്നെ റീസെന്റ് Crowd1 എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഫെഡറിക് സ്റ്റീൽ വോൺ ഹോൾസ്റ്റീൻ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹമാണ് ഇതിന്റെ ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ. അദ്ദേഹത്തിന്റെ പ്രൊഫൈലും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിരവധി കമ്പനികളെയും നിരവധി പ്രോജക്റ്റുകളെയും ഏറ്റെടുത്ത് വിജയിപ്പിച്ച് അതിന്റെ നേതൃപാഠവത്തിൽ നിന്നും വ്യക്തികൾ തന്നെയാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ലോകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലിനെ മുന്നിൽ നിന്നും നയിച്ചു കൊണ്ടുപോകുന്ന വ്യക്തികളുടെ ആരുടെ പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവരൊക്കെ അവരവരുടെ മേഖലയിൽ, അവരുടെ നിലവിലുണ്ടായിരുന്ന മേഖലയിൽ വിജയിച്ച അല്ലെങ്കിൽ നല്ല രീതിയിൽ മാനേജറിയൽ സ്കിൽ ഉള്ള വ്യക്തികളാണ്. അത്രയും നല്ലൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് മാനേജ്മെന്റിന്റെ ഒരു ബിസിനസ് മോഡലാണ് നിങ്ങൾ കേൾക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ആണെന്ന് പറഞ്ഞു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അതല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഒരു മോഡൽ, ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ആൾ, സാധാരണമായ ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യുന്നു. അങ്ങനെ അയാൾ ആ കമ്പനിയുടെ ഒരു പാർട്ടായിട്ട് മാറുന്നു. പിന്നീട് അദ്ദേഹത്തിലൂടെ അടുത്തടുത്ത ആളുകളെ ഈ ബിസിനസ് മോഡൽ പരിചയപ്പെടുത്തുന്നു. അവരും ഇതിന്റെ ഒരു പാർട്ടായിട്ട് മാറുന്നു. അങ്ങനെ പീപ്പിൾ ടു പീപ്പിളിലേക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്തു പോകുന്ന ഒരു ബിസിനസ് കൺസെപ്റ്റ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അതല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. സോ ഇതിവിടെ ഒരു നെറ്റ്വർക്ക് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അടുത്തടുത്ത ആളുകളിലേക്ക് ഈ ഒരു പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ എങ്ങനെ കൃത്യമായിട്ട് ഒരാളിലേക്ക് ഈ ബിസിനസ് എത്തിക്കാം, എങ്ങനെ ആയിരിക്കണം ആ ഒരു ആശയം ഡിസ്കസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന
ആ ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ പീറ്റർ ജേക്കബ്സൺ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തി. Crowd1 എന്ന് പറഞ്ഞ കമ്പനിയുടെ നെറ്റ്വർക്ക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന മിസ്റ്റർ പീറ്റർ ജേക്കബ്സൺ ആണ്. അദ്ദേഹം യൂറോപ്പിലെ അറിയപ്പെടുന്ന ഒരു പബ്ലിക് സ്പീക്കറാണ്, ഒരു ട്രെയിനറാണ്, ബിസിനസ് കോച്ചാണ്. നിലവിൽ പല പല കമ്പനികളുടെയും ട്രെയിനറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് പേഴ്സൺ കൂടിയാണ് മിസ്റ്റർ പീറ്റർ ജേക്കബ്സൺ. സോ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇതിന്റെ മാനേജറിയൽ പൊസിഷനിൽ നിൽക്കുന്ന എല്ലാ ആളുകളും വളരെ പ്രശസ്തരാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയും വളരെ അറിയപ്പെടുന്ന ഒരു ബിസിനസ് കോച്ച് ആൻഡ് ട്രെയിനറാണ് മിസ്റ്റർ പീറ്റർ ജേക്കബ്സൺ എന്ന് പറയുന്ന വ്യക്തി. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ഈ ഒരു ബിസിനസ് മോഡൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊരു കൺസെപ്റ്റിലൂടെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് മോഡൽ എന്താണെന്ന് മെജോറിറ്റി ആളുകൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ചില വ്യക്തികൾ ചിലപ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളും ഈ ബിസിനസ് കേൾക്കുന്നുണ്ടാകും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അതല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്നൊരു മേഖല ഇന്ന് ലോകത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നത് 1940കളുടെ സമയത്താണ്. 1940കളുടെ സമയത്ത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ആളുകൾക്ക് പേഷ്യൻസിന് മെഡിസിൻ കിട്ടാത്ത എന്നൊരു അവസ്ഥ ഉണ്ടായി. അന്ന് പേഷ്യൻസിന് മരുന്ന് കിട്ടാതെ വന്നപ്പോൾ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെയൊക്കെ ബാധിച്ചു നിൽക്കുന്ന സമയത്ത് പേഷ്യൻസിന് കമ്പനികളിൽ നിന്ന് നേരിട്ട് മെഡിസിൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതി അവിടെ ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ചെയ്തപ്പോൾ അതിൽ നിന്നും ഡെവലപ്പ് ചെയ്ത ഒരു ബിസിനസ് മോഡലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് 1970കളുടെ സമയത്ത് അമേരിക്കൻ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ വിധി എഴുതിയ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ മാർക്കറ്റിംഗ് സിസ്റ്റം ഇൻ ദ അല്ലെങ്കിൽ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ മാർക്കറ്റിംഗ് ടെക്നിക് ഇൻ ദ വേൾഡ് എന്ന് വിധി എഴുതിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ് ഡിയർ ഫ്രണ്ട്സ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് അതല്ലെങ്കിൽ MLM എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ബിസിനസ് മോഡൽ. ഇന്ന് ലോകത്തിന്റെ ഏകദേശം 200ൽ പരം രാജ്യങ്ങളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബിസിനസ് മോഡലാണ്. ഒരുപാട് രാജ്യത്ത് ആ രാജ്യത്തിന്റെ എക്കണോമിയെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ഈ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. അതിന്റെ ഏറ്റവും റിയൽ എക്സാമ്പിൾ ആണ് അമേരിക്ക പോലൊരു രാജ്യം. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൽ അവിടുത്തെ ഏറ്റവും നല്ലൊരു പ്രൊഫഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് അല്ലെങ്കിൽ നെറ്റ്വർക്കേഴ്സ് ആണ്. അവിടെ അതിന്റെ ഏറ്റവും റിയൽ എക്സാമ്പിൾ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയ ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം പോലും സ്വന്തമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഓണറാണ്. ട്രംപ് നെറ്റ്വർക്ക് എന്നൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയ മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്. അതിന്റെ ബേസിലാണ് അദ്ദേഹം ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പൊസിഷൻ പോലും എത്തിയത്. സോ ലോകത്തെ വളരെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആളുകൾ സ്വീകരിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നല്ല രീതിയിൽ പണം സമ്പാദിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അതല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിന്റെ ഏറ്റവും റീഇൻവെന്റഡ് ഫോമാണ് ഡിയർ ഫ്രണ്ട്സ് Crowd1 നമ്മളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഈസ് റീഇൻവെന്റഡ് ബൈ Crowd1 ബിക്കോസ് ഈ Crowd1 എന്ന് പറയുന്ന ഈ ബിസിനസ് ആശയം 100% ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. എൻഡ് ടു എൻഡ് പ്രോഗ്രാംസ് ഡിജിറ്റൽ ആണ്, പ്രോഡക്റ്റ് ഡിജിറ്റൽ ആണ്, മാർക്കറ്റിംഗ് ഡിജിറ്റൽ ആണ്, ട്രെയിനിങ് ഡിജിറ്റൽ ആണ്, പേയ്മെന്റ് ഡിജിറ്റൽ ആണ്. എന്ത് കാര്യങ്ങൾ സ്റ്റാർട്ട് ടു എൻഡ് കാര്യങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കേവലം ഒരു മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന 100% ഡിജിറ്റൽ ടെക്നോളജി ബിസിനസ് ആണ് ഡിയർ ഫ്രണ്ട്സ് Crowd1. സോ അതാണ് പറയുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ റീഇൻവെന്റഡ് പുതിയൊരു വേർഷൻ ആണ് Crowd1 എന്ന് പറയുന്ന പ്രോജക്ട് നമ്മളുടെ മുന്നിലേക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖലയിലേക്ക് ഇത്രയും ആളുകൾ വളരെ സ്പീഡിൽ തന്നെ ഒരു ദിവസം തന്നെ 40,000-50,000 ആളുകൾ പോലും ഈ ഒരു Crowd1 കൺസെപ്റ്റിലേക്ക് കടന്നു വരാനുള്ള മെയിൻ കാരണം. കാര്യം ട്രേഡ് വിത്ത് ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന ട്രേഡുകൾ മാത്രമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. മുന്നേ ഉണ്ടായിരുന്ന ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ ബിസിനസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ടെക്നോളജി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബിസിനസ് ഏതാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ആരൊക്കെയാണ് കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്നത് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാം. ട്രേഡ് വിത്ത് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ബിസിനസ് ചെയ്യുന്ന ബിസിനസ് മോഡലുകളാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അങ്ങനെ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് മോഡലിന്റെ റീഇൻവെന്റഡ് ഫോം ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ ലോകത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടാണ് Crowd1 എന്ന് ലോകത്ത് തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡയറക്റ്റ് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, അതിൽ നിന്ന് Crowd1 എന്ന് പറഞ്ഞ ബിസിനസ് മോഡൽ ഏറ്റെടുത്തിരിക്കുന്ന മേഖല അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിലേക്കൊക്കെയാണ് കൈവച്ചിരിക്കുന്നത് ചോദിച്ചാൽ ഓൺലൈൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണ്, ഗെയിമിംഗ് ആൻഡ് ഗാംബ്ലിംഗ് ഇൻഡസ്ട്രി. ഓൺലൈൻ മേഖലയിലേക്കാണ് ഡിയർ ഫ്രണ്ട്സ് Crowd1 കടന്നു വന്നിരിക്കുന്നത്. സോ ഓവർ 50% ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷനും എൻഗേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ 50% കൂടുതലുള്ള ലോകത്തെ ആളുകൾക്ക് പരിചിതമായിട്ടുള്ള ഒരു മേഖലയാണ് അതായത് ഓൺലൈൻ ഗെയിമിംഗ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് മേഖല. കാരണം നമ്മുടെ രാജ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പം അത്തരം ആളുകൾക്ക് ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആകുന്നത് നമ്മുടെ രാജ്യത്തും ഇന്ന് നമ്മളല്ലെങ്കിലും നമ്മളുടെ പുതുതലമുറ ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആകുന്ന ഒരു മേഖലയാണ് ഓൺലൈൻ എന്റർടൈൻമെന്റ്. സോ ഇനി ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ഫ്യൂച്ചർ ഉള്ള ഒരു മേഖലയിലേക്കാണ്
ക്രൗഡ് വൺ എന്ന് പറഞ്ഞ ബിസിനസ് മോഡൽ നമ്മളെ കൊണ്ടുപോകുന്നത്. ഓൺലൈൻ ഗെയിമിങ്ങിനെ പറ്റി നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഓരോ 10 വർഷത്തിനുള്ളിൽ 10 വർഷത്തിനടുത്ത് ലാസ്റ്റ് 10 വർഷത്തെ ഒരു ട്രെൻഡ് എടുത്ത് നോക്കിയാൽ, ഗ്രോത്ത് എടുത്ത് നോക്കിയാൽ വളരെ ട്രിപ്പിൾഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് അവിടെ കാണിക്കുന്നത്. സോ ഇനി വരുന്ന 2024 കൂടി 94 ലക്ഷം കോടി ഡോളർ രൂപയുടെ ടേൺ ഓവർ വരെ വരുന്ന ഒരു മേഖലയാണ്. എവറി ഇയറിൽ ഗ്രോ ചെയ്യുന്ന ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ സെഗ്മെന്റിലേക്കാണ് നമ്മളെ കൂടെ ക്രൗഡ് വൺ എന്ന് പറയുന്ന നമ്മളെ ഈ ഒരു ബിസിനസ് മോഡൽ കൊണ്ടുപോകുന്നത്. സോ ക്രൗഡ് വൺ എന്ന് പറയുന്ന ഈ ബിസിനസ് മോഡൽ, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഈ ഒരു പ്രോജക്റ്റ് കണക്ട് ചെയ്യുന്ന ഓൺലൈൻ ഗെയിംസുകൾ 100% ഗവൺമെന്റിന്റെ പോളിസികൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഓൺലൈൻ ഗെയിമുകളെ മാത്രമാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. സ്ട്രിക്ട്ലി ലൈസൻസ്ഡ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള എല്ലാവിധ പോളിസികൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളിലെ ഗെയിമുകൾ മാത്രമാണ് ക്രൗഡ് വൺ എന്ന് പറഞ്ഞ കമ്പനി ഡീൽ ചെയ്യുന്നതും അതല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതും. ഡിയർ ഫ്രണ്ട്സ്, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 100% മൊബൈൽ ബിസിനസ് ആണ്, ഓൺലൈൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണ്. ലോകത്തിന്റെ മുന്നിലേക്ക് ആദ്യമായിട്ട് അവതരിപ്പിച്ച ഓൺലൈൻ MLM കൺസെപ്റ്റ് ആണ് ക്രൗഡ് വൺ. സോ ഈ ഒരു ക്രൗഡ് വൺ എന്ന് പറഞ്ഞ ബിസിനസ് മോഡൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് ആകെ ഒരു മൊബൈൽ ഫോൺ മാത്രമാണ്. ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ എവിടെ ലോകത്തിന്റെ ഏത് കോണിലും ഇരുന്ന് ചെയ്യാവുന്ന ഒരു ബിസിനസ് മോഡലാണ് ഡിയർ ഫ്രണ്ട്സ് ക്രൗഡ് വൺ. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൂടെയും ആപ്പ് സ്റ്റോറിലൂടെയും ഇതിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടും ആ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഈ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാം. സോ ഹൈ ആൻഡ് റിയൽ ടൈം മൊബൈൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും നൂതനമായ ഒരു ലോകത്ത് തന്നെ ഒരു ട്രെൻഡിങ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബിസിനസ് മോഡലാണ് നിങ്ങൾ ഇവിടെ നിന്നും കേൾക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ പറ്റി കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു ഗെയിമിംഗ് മേഖലയിലേക്കാണ് ക്രൗഡ് വൺ അസോസിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ണറാണ് അഫിൽഗോ. ലോകത്തിന്റെ പല രാജ്യങ്ങൾ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ പല രാജ്യങ്ങളിലെയും ഗെയിമിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളെ കണക്ട് ചെയ്യുന്ന ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അഫിൽഗോ എന്ന് പറയുന്നത്. ആ അഫിൽഗോയിലൂടെയാണ് ക്രൗഡ് വൺ മെമ്പേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഗെയിമുകൾ മാർക്കറ്റിംഗ് ചെയ്തു. അഫിൽഗോയ്ക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പല രാജ്യങ്ങളിലായിട്ട് പല അസോസിയേറ്റ് പാർട്ട്നേഴ്സ് ഉണ്ട്. അഫിൽഗോയുടെ ടൈപ്പ് വെച്ചിരിക്കുന്ന പല പല അസോസിയേഷൻ ഉണ്ട്. അതിൽ ഇന്ത്യ എന്ന് പറഞ്ഞ നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ കമോൺ എന്ന് പറഞ്ഞ കമ്പനിയാണ് അഫിൽഗോയുടെ ഇന്ത്യയിലെ ഗെയിമിംഗ് ലൈസൻസ്ഡ് ഗെയിമുകളെ ഡീൽ ചെയ്യുന്ന ഏജൻസി, അതല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം. സോ അത്രയും ലൈസൻസ്ഡ് ആയിട്ടുള്ള, അത്രയും എന്താ പറയുക, അത്രയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ ഗവൺമെന്റ് പോളിസീസ്, ഓരോ രാജ്യത്തിന്റെയും ഗവൺമെന്റ് പോളിസിക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന അനുമതിയോടുള്ള ഗെയിമുകളെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന അഫിൽഗോ എന്ന് പറഞ്ഞ കമ്പനിയാണ് ക്രൗഡ് വണ്ണിന്റെ ഒരു അസോസിയേറ്റ് പാർട്ണർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ക്രൗഡ് വണ്ണിന്റെ അസോസിയേറ്റ് പാർട്ണറായ അഫിൽഗോയിലൂടെ നടക്കുന്ന ബിസിനസിന്റെ ഒരു ഇൻകം ക്രൗഡ് വണ്ണിലെ മെമ്പേഴ്സിലേക്കും വരുന്നതാണ് നമ്മുടെ ബിസിനസിന്റെ ഒരു മോഡൽ. അത് നെക്സ്റ്റ് സ്ലൈഡിലൂടെയും അല്ലെങ്കിൽ അടുത്ത അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക, ക്രൗഡ് വൺ എന്ന് പറഞ്ഞ ബിസിനസ് മോഡലിന്റെ ഒരു അസോസിയേറ്റ് പാർട്ണറാണ് അഫിൽഗോ. ഈ അഫിൽഗോ എന്ന് പറഞ്ഞ കമ്പനിക്ക് ഓരോ രാജ്യത്തും അതാത് ലൈസൻസ്ഡ്, ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ അല്ലെങ്കിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള എല്ലാ പോളിസികളും പാലിക്കുന്ന കുറെ അസോസിയേറ്റ് പാർട്ട്നേഴ്സ് വേറെ ഉണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഒരു പാർട്ണറാണ് കമോൺ എന്ന് പറഞ്ഞ കമ്പനിയിലൂടെ പ്രൊമോട്ട് ചെയ്യുന്ന ഗെയിമുകളാണ് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ രാജ്യത്തും അതേപോലെയുള്ള അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളിലൂടെ മാർക്കറ്റ് ചെയ്യുന്ന ഗെയിമുകൾ ക്രൗഡ് വണ്ണിലെ മെമ്പേഴ്സിലൂടെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് നമ്മുടെ മുന്നിലേക്ക് തരുന്നത്. രണ്ടാമത്തെ ഒരു അസോസിയേറ്റ് പാർട്ണറാണ് മിക്സ്റ്റർ എന്ന് പറയുന്നത്. അത് മൊബൈൽ ആൻഡ് സോഷ്യൽ ഗെയിംസുകൾ ഡെവലപ്പ് ചെയ്ത് ലോകത്തിന്റെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന മറ്റൊരു കമ്പനിയാണ് മിക്സ്റ്റർ. ഇതും ക്രൗഡ് വണ്ണിന്റെ ഒരു അസോസിയേറ്റ് പാർട്ണറാണ്. സോ മിക്സ്റ്ററിലെ ഗെയിമുകളും നമ്മളുടെ മാർക്കറ്റിംഗ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മിക്സ്റ്റർ എന്നൊരു പ്ലാറ്റ്ഫോമിലുള്ള ഗെയിമുകളിൽ നിന്ന് കിട്ടുന്ന ബിസിനസിന്റെ ലാഭവും ഈ ക്രൗഡ് വണ്ണിന്റെ മെമ്പേഴ്സിലേക്കും തിരിച്ചു വരും. അതാണ് നമ്മുടെ ബിസിനസിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസിന്റെ ഒരു കൺസെപ്റ്റ്. അടുത്ത സ്ലൈഡുകൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന, ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ക്രൗഡ് വൺ എന്ന് പറഞ്ഞ ബിസിനസ് പ്രോജക്റ്റിലെ ഒരു പാർട്ണറായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വേൾഡ് ക്ലാസ് ബോണസ് ആൻഡ് റെസിഡ്യൂവൽ ഇൻകത്തിനെ പറ്റിയാണ് അടുത്ത നമ്മുടെ ഡിസ്കഷൻ. നിങ്ങൾ ഒരു ക്രൗഡ് വൺ എന്ന് പറഞ്ഞ ബിസിനസ് മോഡലിന്റെ ഒരു പാർട്ണറായിട്ട് ഒരു പാക്കേജ് പർച്ചേസ് ചെയ്ത ഒരു മെമ്പർ ആയാൽ നിങ്ങൾക്ക് 5 തരത്തിലുള്ള ഇൻകംസ് ആണ് ക്രൗഡ് വൺ തരുന്നത്. അതിന്റെ ഫസ്റ്റ് ഇൻകം ആണ് പാക്കേജ് സെയിൽ ബോണസ്. ഏതെങ്കിലും ഒരു പാക്കേജ്, ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് കൺസെപ്റ്റിലേക്ക് കടന്നു വരാൻ സാധിക്കും. പിന്നീട് അതേ പാക്കേജോ അതോ പ്രൊഡക്റ്റോ നമ്മളിലൂടെ വേറെ ആളിലേക്ക് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകത്തിനെയാണ് പാക്കേജ് സെയിൽ ബോണസ് എന്ന് പറയുന്നത്. അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത സ്ലൈഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് ഇൻകം ആണ് സ്ട്രീം ലൈൻ ബോണസ്.
കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എവറി വീക്കിൽ ഈ പാക്കേജിന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വരുന്ന ഒരു ഇൻകം ആണ്. അത് €2.5 മുതൽ €2250 വരെ കിട്ടുന്ന ഒരു ഇൻകം. അതും എന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ മൂന്നാമത്തെ ഇൻകം ആണ് ലോങ് ടൈം റെസിജ്വൽ ഇൻകം. എല്ലാ മാസവും കൃത്യമായ ഒരു സമയത്ത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു ബിസിനസിന്റെ പാർട്ടായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു ഇൻകം ആണ് ലോങ് ടൈം റെസിജ്വൽ ഇൻകം എന്ന് പറയുന്ന മറ്റൊരു ഇൻകം. ഫിയർ ഓഫ് ലോസ്, ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആ ബിസിനസ്സിൽ റിസ്ക് ഇല്ലാതെ നമ്മൾ ബിസിനസ്സിലേക്ക് മുടക്കിയ പൈസ നമ്മുടെ കയ്യിലേക്ക് തന്നെ വരുന്ന ഒരു ഇൻകം, ഫിയർ ഓഫ് ലോസ്. ദെൻ മാച്ചിങ് ബോണസ്, നമ്മൾ ഈ ബിസിനസ്സിൽ എത്ര പേര് ഡയറക്റ്റ് കൊണ്ടുവരുന്നു അവരിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഇൻകമാണ് മാച്ചിങ് ബോണസ്. സോ ഓരോ ഇൻകം എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായി എടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പാക്കേജ് സെയിൽ ബോണസ്. ഡിയർ ഫ്രണ്ട്സ്, ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അതല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്നൊരു കൺസെപ്റ്റിലെ നമ്മളൊരു പാർട്ടായിട്ട് മാറുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ആണ്, അല്ലെങ്കിൽ ഒരു പാക്കേജ് പർച്ചേസ് ആണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പാക്കേജോ പ്രോഡക്റ്റോ പർച്ചേസ് ചെയ്ത വ്യക്തി അന്ന് മുതൽ ആ കമ്പനിയുടെ ഒരു ഭാഗമായിട്ട് മാറും. ആ വ്യക്തിക്കും ഇതേ പാക്കേജ് അല്ലെങ്കിൽ ഇതേ പ്രോഡക്റ്റ് മറ്റൊരാൾക്ക് വിൽക്കാനുള്ള ഡിസ്ട്രിബ്യൂഷൻഷിപ്പും അതല്ലെങ്കിൽ അതിനുള്ള ഒരു ലൈസൻസും കിട്ടുകയാണ്. അങ്ങനെ രണ്ട് പാക്കേജ് സെയിൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻകം ആണ് ബൈനറി ഇൻകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അമേരിക്കൻ ബൈനറി സിസ്റ്റം അല്ലെങ്കിൽ അമേരിക്കൻ ഹൈബ്രിഡ് ബൈനറി സിസ്റ്റം പ്രകാരം ഈ ഒരു ബിസിനസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റൈറ്റ് ഓർഗനൈസേഷനും ഒരു ലെഫ്റ്റ് ഓർഗനൈസേഷനെയും രണ്ട് പാർട്ട്നേഴ്സിലൂടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സോ ഈ ബിസിനസ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതിലൂടെ ഇൻകം ഏൺ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ റൈറ്റ് ഓർഗനൈസേഷനിൽ ഒരു ബിസിനസ് പാർട്ണറിനെയും ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ ഒരു ബിസിനസ് പാർട്ണറിനെയും കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ ഇൻകം സോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇൻകം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1:1, 1:2, 1:3 റേഷ്യോയിൽ നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നതാണ് ക്ലൗഡ് വൺ പാക്കേജ് സെയിലിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഇന്ന് ലോകത്ത് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയും കൊടുക്കാത്ത അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയും ചിന്തിക്കാത്ത അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾക്കും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബൈനറി ഇൻകം ആണ് ക്ലൗഡ് വൺ നമ്മളുടെ മുന്നിലേക്ക് തരുന്നത്. എന്താണ് 1:1 റേഷ്യോ, 1:2 റേഷ്യോ അല്ലെങ്കിൽ 1:3 എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഒന്നും കൂടെ ഒന്ന് പരിശോധിക്കാം. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എന്നൊരു വ്യക്തി ക്ലൗഡ് വൺ എന്ന് പറഞ്ഞ ബിസിനസ് മോഡലിലൂടെ ഒരു പാക്കേജ് പർച്ചേസ് ചെയ്തു, ഇതിന്റെ ഒരു പാർട്ടായിട്ട് മാറി, നിങ്ങൾ ഇതിന്റെ ഒരു ബിസിനസ് പാർട്ണറായിട്ട് മാറി. അതിനുശേഷം നിങ്ങളിലൂടെ ഒരു റൈറ്റ് ഓർഗനൈസേഷനിലേക്ക് ഒരു റൈറ്റ് പാർട്ണറിനെ നിങ്ങൾ കൊണ്ടുവരുന്നു. റൈറ്റ് ഓർഗനൈസേഷനിൽ ഒരു ഫസ്റ്റ് ബിസിനസ് പാർട്ണറിനെ നിങ്ങൾ ഒരു 90 പോയിന്റിന്റെ ബിസിനസ് നടത്തി കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് ഓർഗനൈസേഷനിലേക്കും ഒരു വ്യക്തിയെ ഒരു 90 പോയിന്റ് ബിസിനസ് നടത്തി കൊണ്ടുവരുന്നു എന്ന് കരുതുക. പലതരത്തിലുള്ള പോയിന്റ്സ് ഉണ്ട്, പലതരത്തിലുള്ള പാക്കേജസ് ഉണ്ട്. പാക്കേജിനനുസരിച്ച് പോയിന്റ്സ് കൊടുക്കും. നമ്മളിവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മുടെ ബേസിക് പാക്കേജ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ ബേസിക് പാക്കേജ് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു പാക്കേജ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് 90 പോയിന്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സെയിലിൽ നമ്മളിലൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 90 പോയിന്റിന്റെ ബിസിനസ് ആണ്. അതേപോലെ റൈറ്റിൽ ഒരു 90 പോയിന്റ് നടന്നു, ലെഫ്റ്റിൽ ഒരു 90 പോയിന്റ് നടന്നാൽ സാധാരണ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യൻ MLM കമ്പനികൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 90 പോയിന്റിന്റെ റൈറ്റും 90 പോയിന്റിന്റെ ലെഫ്റ്റിലെയും പോയിന്റ്സിന്റെ മാച്ചിങ് ആയിട്ട് എടുക്കും. അതായത് 90 എന്നുള്ളത് കോമൺ ആയിട്ട് എടുത്തിട്ട് ആ 90 × 10 അല്ലെങ്കിൽ 8, 12 ഒക്കെ പലതരം കമ്പനികളുടെ ഇൻകം പ്ലാൻ അനുസരിച്ച് ഇത് കൊടുക്കുന്നതാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളതും നമുക്ക് പരിചയമുള്ളതും. എന്നാൽ ഈ പ്രോജക്റ്റിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു റൈറ്റ് ഓർഗനൈസേഷനിൽ 90 പോയിന്റിന്റെ ബിസിനസ് നടക്കുമ്പോൾ ആ 90 പോയിന്റ്സും അതുപോലെ ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ ഒരു ബിസിനസ് നടന്നത് 90 പോയിന്റ്സിനെ കൂടെ ആഡ് ചെയ്യും. 90 + 90 180 എന്നുള്ള പോയിന്റ് എടുത്തിട്ട് ആ 180 പോയിന്റിന്റെ 10%, 18 എന്നുള്ള എടുത്തിട്ട് 18 യൂറോ അപ്പോൾ തന്നെ റിയൽ ടൈം ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരുന്നതാണ് ഡിയർ ഫ്രണ്ട്സ് ക്ലൗഡ് വൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ 1:1 ബൈനറി ഇൻകം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻകം, ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻകം. 1:1 റേഷ്യോയിൽ ആഡ് ചെയ്ത് നമുക്ക് ഇൻകം കിട്ടും. അതും റിയൽ ടൈം ആയിട്ട് സ്പോട്ടിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഇനി എന്താണ് 1:2 എന്ന് പറയുന്നത്? നിങ്ങൾ എന്നുള്ളൊരു വ്യക്തി ക്ലൗഡ് വണ്ണിലെ ഒരു ബിസിനസ് പാർട്ണർ ആണ്. നിങ്ങളൊരു പാക്കേജ് പർച്ചേസ് ചെയ്തു, നിങ്ങളുടെ റൈറ്റ് ഓർഗനൈസേഷനിൽ ഒരു 90 പോയിന്റിന്റെ ബിസിനസ് നടക്കുകയുണ്ടായി. ബട്ട് നിങ്ങളുടെ ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ 90 പോയിന്റിന്റെ 2 ബിസിനസ് ഒരുമിച്ച് നടന്നെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ 180 പോയിന്റും റൈറ്റ് ഓർഗനൈസേഷനിൽ 90 പോയിന്റുമേ ഉള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ MLM നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇന്ത്യൻ MLM കമ്പനികളുടെ കണക്ക് പ്രകാരം നിങ്ങളുടെ ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ കൂടുതൽ പോയിന്റ് ഉണ്ട്, റൈറ്റിൽ കുറവാണ്. അപ്പോൾ രണ്ടിലും കൂടെ ഒരേപോലെ വരുന്ന പോയിന്റ് എന്ന് എടുക്കുമ്പോൾ 90 എന്നുള്ളത് മാത്രമേ മാച്ചിങ് ആവുന്നുള്ളൂ. അപ്പൊ ആ 90ന്റെ ഇൻകം മാത്രമേ നിങ്ങൾക്ക് നിലവിൽ കിട്ടത്തുള്ളൂ. പിന്നീട് അടുത്ത അധികം കിടക്കുന്ന ആ 90 പോയിന്റിന്റെ ഇൻകം കിട്ടണമെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ഓർഗനൈസേഷനിലും വീണ്ടും ഒരു സെയിൽ കൂടെ നടക്കണം. അങ്ങനെയാണ് നമുക്ക് അറിയാവുന്നതും പരിചയമുള്ളൂ. ബട്ട് ഡിയർ ഫ്രണ്ട്സ്, ക്ലൗഡ് വൺ എന്ന് പറയുന്ന കമ്പനിയുടെ പാക്കേജ് സെയിൽ ബോണസിന്റെ ബൈനറി ഇൻകത്തിന്റെ 1:2 എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലെഫ്റ്റ് ഓർഗനൈസേഷൻ നടന്ന 2 ബിസിനസ്സും 90 പോയിന്റിന്റെ 2 ബിസിനസ്, അതായത് 180 പോയിന്റിനെയും അതുപോലെ തന്നെ റൈറ്റ് ഓർഗനൈസേഷൻ നടന്ന ആ 90 പോയിന്റിനെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ
270 പോയിന്റ് വരുന്നുണ്ട്. ആ 270 പോയിന്റിന്റെ 10% 27 യൂറോ റിയൽ ടൈം ആയിട്ട് അപ്പൊ തന്നെ നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിലേക്ക് വരും. അതാണ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ക്രൗഡ് വൺ എന്ന് പറയുന്ന കമ്പനിയെ മറ്റുള്ള കമ്പനികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള പ്രോജക്റ്റുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഇതിലേക്ക് ഇത്രയും ആളുകൾ കടന്നു വരാനുള്ള പ്രധാന കാരണം. സോ ഇവിടെ 1:2 റേഷ്യോയിൽ പോലും നിങ്ങൾക്ക് അപ്പൊ തന്നെ ഇൻകം ആക്കി മാറ്റാം എന്നർത്ഥം. ഇനി എന്താണ് 1:3 എന്ന് നോക്കാം. നിങ്ങൾ എന്നുള്ളൊരു വ്യക്തി ക്രൗഡ് വണ്ണിലെ ഒരു ബിസിനസ് പാർട്ണറായി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ലെഫ്റ്റ് ഓർഗനൈസേഷൻ നന്നായിട്ട് ബിസിനസ് ചെയ്തു പോകുന്നു, നല്ല രീതിയിൽ അവിടെ ബിസിനസ് പോയിന്റുകൾ കയറുന്നു, അങ്ങനെയാണെങ്കിൽ അവിടെ പോയിന്റ്സ് കൂടുതലാണ്. അപ്പോൾ അതൊരു പവർ ഇൻകം ആയിട്ട് അല്ലെങ്കിൽ പവർ സൈഡ് ആയിട്ട് ആ പോയിന്റ്സ് കയറി പോകുമ്പോൾ നിങ്ങളുടെ വീക്ക് സൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോയിന്റ്സ് കുറവുള്ള സൈഡിൽ ഒരു ബിസിനസ് നടന്നാൽ കമ്പനി ആദ്യം സിസ്റ്റം പരിശോധിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ ഒരുപാട് പോയിന്റ്സ് നടന്ന് ബിസിനസ് അവിടെ കൂടുതൽ കിടക്കുകയാണ്. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്നവർക്കറിയാം എന്താണെങ്കിലും ഒരു റൈറ്റും ലെഫ്റ്റും ഓർഗനൈസേഷൻ ഉണ്ടാകും. അതിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ പവർ ആയിരിക്കും, കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു രീതിയായിരിക്കും അത് മൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ കൂടുതൽ ബിസിനസ് നടക്കുന്ന സൈഡിനെ പവർ സൈഡ് എന്ന് പറയും. അതിലെ പോയിന്റ്സ് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീക്ക് സൈഡിലേക്ക്, നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലായ ഇൻകം സൈഡിലേക്ക് ഒരു പുതിയ ബിസിനസ് നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ആകുന്നത്. പുതിയ നമ്മൾ ഏത് നിലവിൽ MLM കമ്പനികൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ തന്നെയാണ്, ഇവിടെയും അങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഇൻകം സൈഡിൽ ഒരു ബിസിനസ് നടക്കുമ്പോൾ ആ ബിസിനസ് 90 പോയിന്റിന്റെ ഒരു ബിസിനസ് ആണെങ്കിൽ, സപ്പോസ് എക്സാമ്പിൾ ആയിട്ട് 90 പോയിന്റിന്റെ ബിസിനസ് ആണ് അവിടെ നടന്നതെങ്കിൽ ആ 90 പോയിന്റിന്റെ 3 ഇരട്ടി നിങ്ങളുടെ പവർ സൈഡിൽ ഉണ്ടോ എന്ന് ആദ്യം സിസ്റ്റം പരിശോധിക്കും. അങ്ങനെയാണെങ്കിൽ 90ന്റെ 3 ഇരട്ടി 270 പോയിന്റ്സ്. ആ 270 പോയിന്റ്സ് നിങ്ങളുടെ പവർ സൈഡിൽ ബാലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ 270 പോയിന്റിനെയും ഇപ്പോൾ പുതുതായിട്ട് വന്ന ആ 90 പോയിന്റുകളെ കൂട്ടുമ്പോൾ 360 പോയിന്റ് ലഭിക്കുന്നു. ആ 360 പോയിന്റിന്റെ 10% 36 യൂറോ റിയൽ ടൈം ആയിട്ട് നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിലേക്ക് വരും. അതാണ് 1:3 എന്ന് പറയുന്ന ബൈനറി. സോ ഡിയർ ഫ്രണ്ട്സ്, അത് ഓരോ പാക്കേജിനനുസരിച്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ബ്ലാക്ക് പാക്ക് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ആ ബ്ലാക്ക് പാക്കിനനുസരിച്ചുള്ള 3 ഇരട്ടി നിങ്ങളുടെ പവർ സൈഡിൽ ഉണ്ടെങ്കിൽ അതിനൊരു 108 യൂറോയും, അടുത്ത ഗോൾഡ് എന്ന് പറഞ്ഞ പാക്കേജ് ആണെങ്കിൽ 288 യൂറോയും, ഏറ്റവും ടോപ്പ് പാക്കേജ് ടൈറ്റാനിയം പാക്കേജ് ആണെങ്കിൽ ഏകദേശം 900 യൂറോ ഈ 1:3 റേഷ്യോ ഏൺ ചെയ്യാൻ പറ്റും. സോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ലോകത്തെ ഒരു കമ്പനികൾക്കും കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു കമ്പനികളും ചിന്തിക്കാത്ത തരത്തിൽ ഡിസൈൻഡ് ആയിട്ടുള്ള വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി, വ്യക്തമായ സോഴ്സോട് കൂടി 1:3, 1:2, 1:1 റേഷ്യോയിൽ ബൈനറി ഇൻകം കൊടുക്കുന്ന ഒരേ ഒരു കമ്പനി ഉള്ളൂ. ആ കമ്പനിയുടെ പ്ലാനാണ് ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ എന്നിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇൻകം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി പാക്കേജ് സെയിൽ ബോണസ് എന്ന് പറയുന്ന ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻകം ഓൾറെഡി കേട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ ഇൻകം വളരെ സിമ്പിൾ ആണ്, മാച്ചിങ് ബോണസ്. നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നു, നമ്മൾ ഒരു പാക്കേജ് പർച്ചേസ് ചെയ്തു, നമ്മൾ ഒരു 4 പേരെയെങ്കിലും മിനിമം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു റൈറ്റ് സൈഡിൽ ഒരാളും ലെഫ്റ്റ് സൈഡിൽ ഒരു 3 പേരും വന്നപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത രീതിയിൽ നിങ്ങൾക്കൊരു 36 യൂറോ ബേസിക് പാക്ക് അനുസരിച്ച് 36 യൂറോ കിട്ടിയെന്ന് കരുതുക. നിങ്ങൾക്കൊരു ബൈനറി ഇൻകം 36 യൂറോ കിട്ടി. ഇനി നിങ്ങളുടെ അടുത്ത എന്താണ് ഇൻകം സോഴ്സ് എന്ന് വെച്ചാൽ, ഈ 4 വ്യക്തികൾക്കും ഇതേ ഓപ്ഷൻ ആണുള്ളത്. അവർക്കും ഇതേപോലെ തന്നെ ബൈനറി ഏൺ ചെയ്യാം. 1:1 റേഷ്യോയിലോ 1:2 റേഷ്യോയിലോ അതല്ലെങ്കിൽ 1:3 റേഷ്യോയിലോ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ അവർ എത്രത്തോളം ഇൻകം ഏൺ ചെയ്യുന്നോ ആ അത്രയും ഇൻകം അവർ കിട്ടുന്ന ഇൻകത്തിന്റെ ബൈനറി ഇൻകത്തിന്റെ 10% നിങ്ങൾക്കും ലഭിക്കും. കാരണം നിങ്ങൾ എന്നുള്ള വ്യക്തിയാണ് ഈ വ്യക്തികളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. സിമ്പിൾ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് എത്ര വ്യക്തികളെ കൊണ്ടുവരുന്നോ ആ വ്യക്തികൾക്ക് കിട്ടുന്ന ബൈനറി ഇൻകത്തിന്റെ 10% നമുക്കും കിട്ടുന്ന ഒരു ഇൻകമാണ് മാച്ചിങ് ബോണസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മളൊന്നൊരു വ്യക്തി ഒരു പാക്കേജ് പർച്ചേസ് ചെയ്യുക, മാക്സിമം ആളുകളെ സ്പോൺസർ ചെയ്താൽ അത്രയും ആളുകൾക്ക് കിട്ടുന്ന ബൈനറിയുടെ 10% നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു ബേസിക് പാക്കായ വൈറ്റ് പാക്കേജ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് 4 പേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ 4 പേരുടെ ബൈനറി ഇൻകത്തിന്റെ 10% നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. നിങ്ങൾ ഒരു ബ്ലാക്ക് പാക്ക് ആണ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് 8 പേരെ കൊണ്ടുവരാൻ പറ്റുകയും ആ 8 പേരുടെ ബൈനറി ഇൻകത്തിന്റെ 10% നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ഈ 8 പേരിലൂടെ വന്ന ആളുകളുടെ ബൈനറിയുടെ 10% നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തെ ലെവൽ മാച്ചിങ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഡിയർ ഫ്രണ്ട്സ്, വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ പാർട്ടിസിപ്പൻസ് ഓൾറെഡി 100 തികഞ്ഞിരിക്കുകയാണ്. 100-നപ്പുറം ഇനി ആർക്കും കയറാനും സാധിക്കുന്നില്ല. സോ ഇതിലുള്ള വ്യക്തികൾ ഇതിൽ നിന്ന് പോകാതെ സൂക്ഷിക്കുക. കാര്യം നമ്മുടെ ലിമിറ്റ് 100-ലാണ് നിർത്തിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ 100 മെമ്പേഴ്സ് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വ്യക്തികൾ ഇതിൽ നിന്നും പോയാൽ അത് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കഴിവതും ഈ നെറ്റ് കണക്ഷൻ പോകാതെ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും തുടങ്ങിയാണ്. മാച്ചിങ് ബോണസ്. ഈ മാച്ചിങ് ബോണസ് എന്ന് പറയുന്ന ഒരു ഇൻകം എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരുന്ന വ്യക്തികളുടെ ബൈനറിയുടെ 10%.
അത് വൈറ്റ് പാക്ക് ആണെങ്കിൽ 4 പേരെ കൊണ്ടുവരാം, 4 പേരുടെ ബൈനറിയുടെ 10% കിട്ടും. അതേപോലെ നിങ്ങൾ ബ്ലാക്ക് പാക്ക് എന്ന് പറഞ്ഞ പാക്കേജ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് 8 പേരെ കൊണ്ടുവരികയും ആ 8 പേരുടെ ബൈനറിയുടെ 10% ലഭിക്കാനും അതുപോലെ തന്നെ അവരുടെ അടുത്ത ലെവലിലുള്ള ആളുകളുടെ ബൈനറിയുടെ 10% കിട്ടും. 2 ലെവൽ വരെ മാച്ചിങ് ബോണസ് ആയിട്ട് ലഭിക്കാം. നിങ്ങൾ ബ്ലാക്ക് പാക്കിൽ തന്നെ തുടർന്നുകൊണ്ട് നിങ്ങൾ ഏകദേശം ഒരു 12 പേരെ ഈ ബിസിനസ്സിലേക്ക് ഡയറക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചാൽ ആ 12 വ്യക്തികൾക്ക് കിട്ടുന്ന ബൈനറി ഇൻകത്തിന്റെ 10% നിങ്ങളിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ ആ 12 വ്യക്തികളുടെ ബൈനറി ഇൻകത്തിന്റെ 10% നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾ കൊണ്ടുവന്ന ഈ 12 പേർക്ക് ഡൗൺ സൈഡിലുള്ള 3 ലെവൽ വരെയുള്ള ആളുകളുടെ ബൈനറി ഇൻകം കിട്ടും. അതായത് നിങ്ങൾ കൊണ്ടുവന്ന ആ 12 പേരെയും പിന്നെ അതിനുശേഷമുള്ള 2 ലെവൽ വരെയുള്ള ആളുകളുടെ ബൈനറിയുടെ 10%, 3 ലെവൽ വരെയുള്ള ആളുകളുടെ ബൈനറിയുടെ 10% ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഗോൾഡ് എന്നൊരു പാക്കേജ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് 16 പേരെ വരെ സ്പോൺസർ ചെയ്യാം. ആ ഡയറക്റ്റ് കൊണ്ടുവന്ന 16 പേർക്കും കിട്ടുന്ന ബൈനറി ഇൻകത്തിന്റെ 10% മാച്ചിങ് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ അവരിലൂടെ വന്ന അടുത്ത 3 ലെവൽ വരെയുള്ള ടോട്ടൽ 4 ലെവൽ വരെയുള്ള ആളുകളുടെ മാച്ചിങ് ബോണസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ബിസിനസ്സിലെ ഏറ്റവും ടോപ്പ് പാക്കേജ് ടൈറ്റാനിയം എന്നൊരു പാക്കേജ് പർച്ചേസ് ചെയ്യുകയും നിങ്ങൾ ഡയറക്റ്റ് ഒരു 20 മെമ്പേഴ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ 5 ലെവൽ വരെയുള്ള 50% വരെയുള്ള ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. അതായത് 10 വെച്ചിട്ട് അങ്ങനെ ടോട്ടൽ 50. സോ ഡിയർ ഫ്രണ്ട്സ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇൻകം ആണ് മാച്ചിങ് ബോണസ് എന്നുള്ളത്. നിങ്ങൾ എന്നുള്ള വ്യക്തിക്ക് ഈ ബിസിനസ്സിൽ കടന്നു വരികയും ഈ ബിസിനസ് പഠിച്ച് മനസ്സിലാക്കിയിട്ട് എത്രത്തോളം അത് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്നതിന്റെ ബേസിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ബൈനറി പാക്കേജ് ബോണസിനെക്കാട്ടി കൂടുതൽ ഇൻകം മാച്ചിങ് ബോണസിലൂടെ നേടാൻ സാധിക്കുന്ന ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻകം ആണ്. സോ മാക്സിമം ആളുകളെ ഡയറക്റ്റ് ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് മാക്സിമം ഇൻകം ഏൺ ചെയ്യാം. അതും അവരുടെ അടുത്തടുത്ത ലെവലിലേക്കും പോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അപ്പോൾ മാച്ചിങ് ഇൻകവും ബൈനറി ഇൻകവും ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഇൻകത്തിലേക്ക് കടക്കാം. ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു ഇൻകം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, വളരെ സന്തോഷം തരുന്ന ഒരു ഇൻകം ആണ്. ഫിയർ ഓഫ് ലോസ് ബോണസ്. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബിസിനസ് ഒരു ആശയം അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരണം എന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് ഉണ്ട് എന്ന് പറയാൻ നമുക്കൊരു പ്രൗഡായിട്ട് ആരോടും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ മെജോറിറ്റി ആളുകളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എന്തുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ബിസിനസ്സുകാരനാണെന്ന് പറയാൻ ഇഷ്ടമുണ്ടെങ്കിലും നമ്മൾക്ക് ആ ബിസിനസ്സിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, ഇനി ആ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തിയാൽ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള പേടി ഉള്ളത് കൊണ്ടാണ് പലരും നമ്മൾ ഓരോരുത്തരും ബിസിനസ് ചെയ്യാതെ ഒതുങ്ങിക്കൂടി ഏതെങ്കിലും ഒരു കമ്പനിയിലോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ ഒരു എംപ്ലോയി ആയിട്ട് നിന്ന് സാക്രിഫൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് കൊണ്ടുപോകും, അല്ലെ? കാരണം ബിസിനസ് ചെയ്യുന്ന ആളുകൾ നല്ല രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അവരൊക്കെ കോടികളും ലക്ഷങ്ങളും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ അത്തരം ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ അത്തരം കോടികളോ നമ്മളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ചുരുക്കിയിട്ട് നമ്മളൊരു എംപ്ലോയി മൈൻഡ് സെറ്റിലേക്ക് മാറിപ്പോകും. എന്നാൽ ഡിയർ ഫ്രണ്ട്സ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ബിസിനസ്സിലേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലോകത്ത് ഇത്രത്തോളം പടർന്ന് പന്തലിക്കാനും ഇത്രത്തോളം ആളുകൾ ഏറ്റെടുക്കാനുള്ള കാരണം അവിടെ ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്കും ഒരു ബിസിനസ് മോഡലിലേക്ക് വരാം. ആ ബിസിനസ്സിലൂടെ അവർ പഠിച്ചു ചെയ്താൽ കോടികൾ ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ ഇവിടെയും അത് തന്നെയാണ്. ക്രൗഡ് വൺ എന്ന് പറഞ്ഞ ബിസിനസ് പ്രോജക്റ്റിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഇല്ല. നിങ്ങൾക്ക് ഒരു പർച്ചേസ് മാത്രമാണുള്ളത്. നിങ്ങൾ ഒരു പാക്കേജ് മാത്രമാണ് പർച്ചേസ് ചെയ്യുന്നത്. ആ പാക്കേജിനനുസരിച്ച് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ പോലും അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ കണ്ടെന്ന് കരുതുക. ആ പാക്കേജ് പർച്ചേസ് ചെയ്തപ്പോൾ ആ എമൗണ്ട് നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണ്ടാൽ പോലും ആ എമൗണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു വരുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇൻകം ആണ്. നിങ്ങളൊന്നൊരു വ്യക്തി ക്രൗഡ് വൺ എന്ന് പറഞ്ഞ ഒരു പാക്കേജ് പർച്ചേസ് ചെയ്തിട്ട് 14 ദിവസത്തിനുള്ളിൽ 4 ഡയറക്റ്റ് റെഫറൽ ചെയ്യാൻ സാധിക്കും. 4 വ്യക്തികളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ മുടക്കിയ വർക്ക് ചെയ്ത അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത പാക്കേജിന്റെ എമൗണ്ട് തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഇൻകമാണ് ഫിയർ ഓഫ് ലോസ്. സോ ഡിയർ ഫ്രണ്ട്സ്, 100% റിസ്ക് ഇല്ലാതെ 100% ഒരു രൂപ പോലും കയ്യിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് മോഡിൽ പോകാതെ, ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അതൊരു പാക്കേജ് പർച്ചേസ് ആണ്, എന്നാൽ പോലും അതൊരു ഇൻവെസ്റ്റ്മെന്റ് മൈൻഡിലേറ്റോ അല്ല ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കൂട്ടാതെ തന്നെ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാം പിന്നെ പ്രോഫിറ്റ് ആയിട്ട് മാറ്റാവുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിസിനസ് മോഡലാണ് ക്രൗഡ് വൺ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. സോ നിങ്ങൾ ഡയറക്റ്റ് 4 വ്യക്തികളെ ഇതിനകത്ത് 14 ദിവസത്തിൽ കൊണ്ടുവന്നാൽ, നിങ്ങൾ ഒരു വൈറ്റ് പാക്കേജ് ആണ് പർച്ചേസ് ചെയ്യുന്നത്, ഡയറക്റ്റ് 4 വൈറ്റ് പാക്കേജ് ആണ് നിങ്ങളുടെ സെയിൽ ആകുന്നത് 14 ദിവസത്തിനുള്ളിലെങ്കിൽ
നിങ്ങൾക്ക് 125 യൂറോ ഫിയർ ഓഫ് ലോസ് എന്നുള്ള രീതിയിൽ ഇൻകം ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. നിങ്ങൾ 4 ബ്ലാക്ക് പാക്കേജ് ആണ് നിങ്ങളിലൂടെ സെയിൽ ആവുന്നതെങ്കിൽ ഈ 4 ബ്ലാക്ക് പാക്കിന് അനുസരിച്ചുള്ള 375 യൂറോ 14ാമത്തെ ദിവസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഗോൾഡ് എന്ന് പറഞ്ഞ പാക്കേജ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ ഗോൾഡ് പാക്കേജ് പർച്ചേസ് നിങ്ങളിലൂടെ സെയിൽ ആകുന്നതെങ്കിൽ നിങ്ങൾ ഗോൾഡ് എന്ന പാക്കേജ് ആണ് നിങ്ങളിലൂടെ സെയിൽ ആകുന്നതെങ്കിൽ 4 പാക്കേജ് സെയിൽ നിങ്ങൾ 14 ദിവസത്തിനുള്ളിൽ നടത്തിയാൽ നിങ്ങൾക്ക് 1000 യൂറോ ഇൻകം ആയിട്ട് കിട്ടും. അത് ടൈറ്റാനിയം എന്ന് പറഞ്ഞ കമ്പനി ഏറ്റവും ടോപ്പ് പാക്കേജ് ആണ് നിങ്ങളിലൂടെ സെയിൽ ആകുന്നത് 4 എണ്ണമെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ 4 ടൈറ്റാനിയം പാക്കേജ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് 3000 യൂറോ 14ാമത്തെ ദിവസം ഇൻകം ആക്കി ഏൺ ചെയ്യാൻ സാധിക്കുന്നു. സോ ഡിയർ ഫ്രണ്ട്സ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഇൻകം ആണ്, ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻകം ആണ്. സോ ഈ ഒരു ബിസിനസ്സിൽ ആർക്കും ധൈര്യപൂർവ്വം കടന്നു വരാം എന്നുള്ളതാണ് ഈ ഒരു ഇൻകത്തിന്റെ പ്രത്യേകത. കാരണം ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി ഒരിക്കലും വെറുതെ ചേർന്ന് നിൽക്കത്തില്ല, അല്ലെങ്കിൽ വെറുതെ ഒരു മനോഭാവത്തോട് വരത്തില്ല. ഒരു ബിസിനസ് കാണുന്ന വ്യക്തി ആ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ആ ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടത് 4 പുതിയ പാർട്ട്നേഴ്സിനെയാണ്. ആ 4 പാർട്ട്നേഴ്സിനെ 14 ദിവസം പോയിട്ട് ഒരു ദിവസം പോലും വേണ്ട നമുക്ക് കണ്ടെത്താൻ. അത്തരം ഒരു ദിവസം കൊണ്ട് തന്നെ ഈ 4 പാർട്ട്നേഴ്സിനെ കണ്ടെത്തിയാൽ നമ്മൾ പർച്ചേസ് ചെയ്ത പാക്കേജിന്റെ പൈസ അതേപടി തിരിച്ച് അക്കൗണ്ടിലേക്ക് വരും. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണ്. അടുത്തൊരു ഇൻകം എന്താണെന്ന് വെച്ചാൽ ലോങ് ടൈം റെസിജ്വൽ ഇൻകം. ഡിയർ ഫ്രണ്ട്സ്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകം ആണ്. ക്രൗഡ് വൺ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഇന്ന് ലോകത്തിന്റെ മുന്നിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ സ്പീഡിൽ പോകാനുള്ള ഒരു കാരണവും ഇത് തന്നെയാണ്. കാരണം ഈ ഒരു ബിസിനസ് മോഡലിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പാക്കേജിന്റെ സെയിലിന്റെ ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുവരുന്ന വ്യക്തികൾക്ക് നേടുന്ന ഇൻകത്തിന്റെ 10% നിങ്ങൾക്ക് അല്ലാതെയും കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾ ഇച്ചിരി സ്പീഡിൽ 4 സെയിലുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫിയർ ഓഫ് ലോസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് 100% ഇൻവെസ്റ്റ്മെന്റ് ഒന്നും പോകാത്ത രീതിയിലേക്ക് ഒരു ഇൻകം കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ എല്ലാ മാസവും 15ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന മറ്റൊരു ഇൻകമാണ് ലോങ് ടൈം റെസിജ്വൽ ഇൻകം. ക്രൗഡ് വൺ എന്ന് പറഞ്ഞ കമ്പനിക്ക് 2 അസോസിയേറ്റ് പാർട്ട്നേഴ്സ് ഉണ്ട്, അഫിൽഗോ ആൻഡ് മിക്സ്റ്റർ. ഇപ്പോൾ നിലവിലുള്ള 2 അസോസിയേറ്റ് പാർട്ട്നേഴ്സ് ആണ് അഫിൽഗോ ആൻഡ് മിക്സ്റ്റർ. ഈ അഫിൽഗോ ആൻഡ് മിക്സ്റ്റർ എന്ന് പറയുന്നത് സോഷ്യൽ ഗെയിമിംഗ് കമ്പനികളാണെന്ന് പറഞ്ഞു. ആ കമ്പനികൾ നടക്കുന്ന ബിസിനസിന്റെ ഒരു വിഹിതം നമ്മളിലേക്കും തിരിച്ചു വരുന്നുണ്ട്. കാരണം ക്രൗഡ് വണ്ണിലെ മെമ്പേഴ്സിലൂടെയാണ് ഇതിലെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ മാർക്കറ്റിംഗ് ചെയ്യുന്നത് ക്രൗഡ് വൺ മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിലെ ഒരു പ്രോഫിറ്റിന്റെ വിഹിതം ഈ ലോങ് ടൈം റെസിജ്വൽ ഇൻകം ആയിട്ട് നമ്മളിലേക്കും വരുന്നു. അത് അഫിൽഗോയുടെയും മിക്സ്റ്ററുടെയും ലാഭത്തിന്റെ ഒരു വിഹിതം കിട്ടുമ്പോൾ 80% ലാഭവും പോകുന്ന ക്രൗഡ് വൺ മെമ്പേഴ്സിലേക്കാണ്. ആ 80%-ത്തിലെ ഒരു 40% ഇൻകം പോകുന്ന ഒരു മേഖലയാണ് ലോങ് ടൈം റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. ആ ലോങ് ടൈം റെസിജ്വൽ ഇൻകം എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് ലോങ് ടൈം റെസിജ്വൽ ഇൻകം എന്ന് പറയുന്ന ഈ കാറ്റഗറിയിലേക്ക് പോകുന്ന ഇൻകത്തിനെ 18 പൂളിലേക്ക് ഡിവൈഡ് ചെയ്ത് മാറ്റും. കാരണം ഈ ക്രൗഡ് വൺ എന്ന് പറഞ്ഞ ബിസിനസ് കമ്പനിയുടെ ഒരു പാർട്ട്ണറായിട്ട് വരുന്ന വ്യക്തിക്ക് അയാൾ ചെയ്യുന്ന ബിസിനസിന്റെ പോയിന്റ് അനുസരിച്ച് അയാളുടെ റാങ്ക് കയറ്റാം. അങ്ങനെ 18ഓളം റാങ്കുകൾ ക്രൗഡ് വൺ കമ്പനിയിലുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിലാണെങ്കിൽ അദ്ദേഹം മിനിമം ഒരു 500 പോയിന്റ് ബിസിനസ് ആഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ റാങ്ക് ടീം ലീഡർ 1 സ്റ്റാർ 1 എന്ന റാങ്ക് ആകും. പിന്നീട് അത് ടീം ലീഡർ സ്റ്റാർ 2 സ്റ്റാർ 3, പിന്നീട് അത് കോർഡിനേറ്റർ 1, അങ്ങനെ മാനേജർ, അതുപോലെ ഡയറക്ടർ, അങ്ങനെ 18 റാങ്കുകൾ ക്രൗഡ് വണ്ണിലുണ്ട്. സോ ഈ പറയുന്ന അസോസിയേറ്റ് പാർട്ട്നേഴ്സ് ആയ അഫിൽഗോയുടെയും മിക്സ്റ്ററിന്റെയും ലാഭത്തിന്റെ 80% മാറ്റിവെച്ചിട്ട് അതിൽ 40% പോകുന്നത് ലോങ് ടൈം റെസിജ്വൽ ഇൻകത്തിലേക്കാണ്. ആ 40% എത്രയാണോ എമൗണ്ട്, ആ എമൗണ്ടിനെ 18 റാങ്കിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. 18 റാങ്ക് കമ്പനിയിലുണ്ട്, 18 റാങ്കിലും മെമ്പേഴ്സ് ഉണ്ട്. ആ 18 റാങ്കിലുള്ള ആളുകളിലേക്കും ഈ പറയുന്ന 40% ഇൻകം ഡിവൈഡ് ചെയ്യും. ഓരോ റാങ്കിലേക്കും ഈക്വൽ എമൗണ്ട് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു 18 ലക്ഷം യൂറോ ആണ് ലോങ് ടൈം റെസിജ്വൽ ഇൻകം ആയിട്ട് ഒരു മാസം കമ്പനിക്ക് കിട്ടിയതെന്ന് കരുതുക, എക്സാമ്പിൾ ആണ്. ആ 40% ഇൻകം 18 ലക്ഷമാണെന്ന് കരുതിയാൽ ഈ 18 റാങ്കിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ റാങ്കിലും ഓരോ ലക്ഷം രൂപ വെച്ചാണ് മാറുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ റാങ്കിലും ഇനി എത്ര വ്യക്തികൾ ഉണ്ടെന്ന് സിസ്റ്റം പരിശോധിക്കും. കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന റാങ്ക് ടീം ലീഡർ സ്റ്റാർ 1, അത് തൊട്ട് ഏറ്റവും അവസാനത്തെ റാങ്കായ അംബാസിഡർ എന്ന് പറയുന്ന റാങ്കിൽ വരെ എത്ര വ്യക്തികളുണ്ടോ ആ ഓരോ റാങ്കിലെയും വ്യക്തികൾക്ക് അത് വീതിച്ചു കൊടുക്കും. ടീം ലീഡർ സ്റ്റാർ 1 എന്ന റാങ്കിൽ ഏകദേശം 1 ലക്ഷം യൂറോ മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ 1 ലക്ഷം മെമ്പേഴ്സ് ആണ് ആ ഒരു റാങ്ക് ഹോൾഡ് ചെയ്തത്. ആ റാങ്കിൽ നിൽക്കുന്നതെങ്കിൽ ആ 1 ലക്ഷം മെമ്പേഴ്സിലേക്കും ഈ 1 ലക്ഷം യൂറോ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് 1 യൂറോ എന്നുള്ള രീതിയിൽ കിട്ടും.
സോ രണ്ടാമത്തെ റാങ്കായ ടീം ലീഡർ സ്റ്റാർ 2 എന്ന റാങ്ക് ചിലപ്പോൾ 1 ലക്ഷം കാണത്തില്ല, ഒരു 80,000 ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ 1 ലക്ഷം യൂറോ ആ 80,000 ആളുകൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു 1 പോയിന്റ് സംതിങ് യൂറോ അവർക്ക് കിട്ടും. അങ്ങനെ ഓരോ റാങ്ക് അപ്ഗ്രേഡ് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ ആ റാങ്ക് അച്ചീവ് ചെയ്ത ആളുകളുടെ എണ്ണം കുറവാകാനാണ് സാധ്യത. കുറവായിരിക്കും, കാരണം ടോപ്പ് റാങ്കിൽ നിൽക്കുന്ന വ്യക്തികൾ എടുത്തു നോക്കിയാൽ 5 6 വ്യക്തികളോ ഉണ്ടാകും. അപ്പം ആ 1 ലക്ഷം യൂറോ എന്ന് പറയുന്നത് ആ 5 വ്യക്തികൾക്ക് മാത്രം ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ വ്യക്തിക്കും നല്ലൊരു എമൗണ്ട് ഷെയർ ആയിട്ട് കിട്ടും. സോ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദി ലോങ് ടൈം റെസിഡ്യൂഷ്യൽ ഇൻകം എന്ന് പറയുന്ന എല്ലാ മാസവും കമ്പനി 15-ാം തീയതി കൊടുക്കുന്ന ഇൻകം നമുക്കും കിട്ടും. നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെ റാങ്കിനനുസരിച്ചിട്ടാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ റാങ്കും നമ്മുടെ കയ്യിലുള്ള ക്രൗഡ് വൺ റിവാർഡ് പോയിന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. ആ പോയിന്റിന്റെയും ബേസിലാണ് നമ്മൾക്ക് ഈ ലോങ് ടൈം റെസിഡ്യൂഷ്യൽ ഇൻകം സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എത്രത്തോളം ക്രൗഡ് വൺ റിവാർഡ് പോയിന്റ് ഉണ്ടോ, എത്രത്തോളം റാങ്കിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്, അതിനനുസരിച്ച് കൂടുതൽ ലോങ് ടൈം റെസിഡ്യൂഷ്യൽ ഇൻകത്തിന്റെ ഒരു ഷെയർ നമുക്ക് ലഭിക്കുന്നതാണ്. ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത എല്ലാ ഇൻകത്തിലുപരി എല്ലാ മാസവും 15-ാം തീയതി ഒരു ഫിക്സഡ് ഇൻകം എന്നുള്ള രീതിയിൽ, ഒരു സാലറി എന്ന രീതിയിൽ നമുക്ക് കിട്ടാവുന്ന ഒരു ഇൻകം ആണ് ലോങ് ടൈം റെസിഡ്യൂഷ്യൽ ഇൻകം. ആ ലോങ് ടൈം റെസിഡ്യൂഷ്യൽ ഇൻകം നമ്മളിലേക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സിമ്പിൾ ആണ്. ഈ ബിസിനസ് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക, അവരുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യുക, അതിലൂടെ പെട്ടെന്ന് തന്നെ റാങ്ക് കയറുക. അതനുസരിച്ച് നമ്മുടെ ക്രൗഡ് വൺ റിവാർഡ് പോയിന്റ് കൂടും. സോ റാങ്ക് കൂടുന്നതിന്റെ അനുസരിച്ചും റിവാർഡ് പോയിന്റ് കൂടുതലുള്ളതിന്റെ അനുസരിച്ച് നമുക്ക് കൂടുതൽ ലോങ് ടൈം റെസിഡ്യൂഷ്യൽ ഇൻകം ഷെയർ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഇൻകം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നെക്സ്റ്റ് ഇൻകം ആണ് സ്ട്രീം ലൈൻ ബോണസ് എന്ന് പറയുന്ന ഒരു ഇൻകം. ഡിയർ ഫ്രണ്ട്സ്, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഇൻകം ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഇൻകം ആണ്. വളരെ വ്യത്യസ്തമായിട്ടൊരു ഇൻകം ആണ്. ക്രൗഡ് വൺ എന്ന് പറയുന്ന കമ്പനിക്ക് 2 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു നിലവിൽ, അഫിൽഗോ ആൻഡ് മിക്സ്റ്റർ. ഈ അഫിൽഗോ ആൻഡ് മിക്സ്റ്റർ എന്ന് പറയുന്ന കമ്പനികളുടെ ഗെയിമുകൾ ക്രൗഡ് വൺ മെമ്പേഴ്സിലൂടെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ക്രൗഡ് വണ്ണിലേക്ക് ആ മെമ്പേഴ്സിലേക്ക് അതിന്റെ ബിസിനസിന്റെ ഒരു ഷെയർ തിരിച്ചു വരുമെന്നും പറഞ്ഞു. അതിൽ 40% നമുക്ക് എല്ലാ മാസവും 15-ാം തീയതി തരുന്ന ലോങ് ടൈം റെസിഡ്യൂഷ്യൽ ഇൻകം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുമെന്നും നമ്മൾ പറഞ്ഞു. ബാക്കി 40% പോകുന്നത് ഈ അക്കൗണ്ടിലേക്കാണ്. സ്ട്രീം ലൈൻ ബോണസ് എന്നുള്ള രീതിയിൽ ക്രൗഡ് വൺ റിവാർഡ് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. C1 റിവാർഡ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് കൂടെ ഉണ്ട്. ആ അക്കൗണ്ടിലേക്കാണ് സ്ട്രീം ലൈൻ ബോണസ് ആയിട്ട് പോകുന്നത്. ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾ ഇതിനകത്തൊരു പാക്കേജ് പർച്ചേസ് ചെയ്യുന്നു. ആ പാക്കേജ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബാക്ക് ഓഫീസ് ലഭിക്കുന്നു, ഒരു യൂസർ നെയിം പാസ്വേഡ് ലഭിക്കുന്നു. ആ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബാക്ക് ഓഫീസിലേക്ക് കയറാം. ആ ബാക്ക് ഓഫീസ് നിങ്ങൾക്ക് ആ പാക്കേജ് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ കൊടുക്കുന്ന പൈസക്ക് അനുസരിച്ചുള്ള ഒരു പാക്കേജ് അവിടെ ഉണ്ട്. ആ പാക്കേജ് പർച്ചേസ് ചെയ്യുന്ന സെയിം ടൈമിൽ കമ്പനി ഫ്രീ ആയിട്ട് ക്രൗഡ് വൺ റിവാർഡ് പോയിന്റ് എന്നൊരു സിസ്റ്റം കൂടി നമുക്ക് തരുന്നു. ഓരോ പാക്കേജിനും അനുസരിച്ചുള്ള ഒരു ഫ്രീ പോയിന്റ്സ്. സപ്പോസ് നിങ്ങൾ ഒരു വൈറ്റ് പാക്കേജ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കമ്പനി മിനിമം ഒരു 50 റിവാർഡ് പോയിന്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നു. 50 റിവാർഡ് പോയിന്റ്സ്. ആ റിവാർഡ് പോയിന്റ് ഓരോ ആഴ്ചയും 2.5 യൂറോ വെച്ച് കയറുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ബ്ലാക്ക് പാക്ക് ആണെങ്കിൽ ഒരു 180 റിവാർഡ് പോയിന്റ് സ്റ്റാർട്ടിംഗ് ടൈം തന്നെ നമുക്ക് കമ്പനി തരും. ഗോൾഡ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പോയിന്റ് ഉണ്ട്. ടൈറ്റാനിയം ആണെങ്കിൽ ആ പാക്കേജിനനുസരിച്ചുള്ള ഒരു പോയിന്റ് നമുക്ക് കമ്പനി ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഈ പോയിന്റിന് വാല്യൂ ഉള്ളതാണ്. വൈറ്റ് പാക്കേജ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് 50 റിവാർഡ് പോയിന്റ് സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ ഫ്രീ ആയിട്ട് ഉണ്ടാകും. ആ റിവാർഡ് പോയിന്റ് അദ്ദേഹത്തിന്റെ ബാക്ക് ഓഫീസിൽ C1 റിവാർഡ് അക്കൗണ്ടിൽ 50 എന്നുള്ള ബാലൻസ് ആയിട്ട് കാണുന്നതുമാണ്. ഈ 50 റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റിന് നിലവിലെ റേറ്റിൽ 2 യൂറോയുടെ വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 50 റിവാർഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു 100 യൂറോ ആണ്. ഈ 100 യൂറോയ്ക്ക് അനുസരിച്ച് അടുത്തുള്ള 99 യൂറോയുടെ ഒരു പാക്കേജ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതേ വാല്യൂ വരുന്ന ഒരു റിവാർഡ് സിസ്റ്റം കമ്പനി ഫ്രീ ആയിട്ട് തരുന്നു. ആ ഫ്രീ ആയിട്ട് തരുന്ന C1 റിവാർഡ് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് എവറി വീക്കില് നിങ്ങൾ എന്നുള്ള വ്യക്തി ഒന്നും ചെയ്തില്ലേ പോലും ഒരു 2.5 യൂറോ വെച്ച് കയറും. ക്ലിയർ? ഒന്നും ചെയ്യാത്തൊരു വ്യക്തിക്ക് ഈ ബിസിനസ്സിലെ ജസ്റ്റ് ഒരു പാക്കേജ് പർച്ചേസ് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ പാക്കേജിനനുസരിച്ചുള്ള ഒരു C1 റിവാർഡ് ബാലൻസ് അവിടെ ഉണ്ടാകും. ആ ബാലൻസിലേക്ക് എല്ലാ ആഴ്ചയിലും 2.5 യൂറോക്ക് അനുസരിച്ചുള്ള റിവാർഡ് പോയിന്റ് അതിൽ കയറിക്കൊണ്ടിരിക്കും. ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം. 2.5 യൂറോ വെച്ച് ഒന്നും ചെയ്യാത്തൊരു വ്യക്തിക്ക് ആഴ്ച കയറുമെന്ന് ഞാൻ പറഞ്ഞു. ഈ C1 റിവാർഡ് അക്കൗണ്ടിലേക്ക് 2.5 യൂറോ വെച്ച് ഒരാഴ്ച കിട്ടുമെങ്കിൽ ആ വ്യക്തിക്ക് ഒരു മാസം കിട്ടുന്നത് 10 യൂറോ ആണ് ടോട്ടൽ. 4 ആഴ്ചയിൽ കൂടെ കൂട്ടുമ്പോൾ 10 യൂറോ കിട്ടും. ഒരു 10 യൂറോ നമ്മളെ കയ്യിൽ കിട്ടിയപ്പോൾ ആ 10 യൂറോക്ക് എത്ര പോയിന്റ് ആണ് കമ്പനി നമുക്ക് തരുന്നതെന്ന് ചോദിച്ചാൽ 5 പോയിന്റ് ആണ് തരുന്നത്. കാരണം ഒരു പോയിന്റിന് 2 യൂറോയുടെ വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 10 യൂറോക്ക് കമ്പനി തരുന്നത് 5 പോയിന്റ് ആണ്.
നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളുടെ കയ്യിൽ 50 പോയിന്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. ആ 50 പോയിന്റിന്റെ കൂടെ ഈ 5 പോയിന്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു മാസം നിങ്ങൾ ഈ വ്യക്തി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 1 മന്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കയ്യിൽ 55 C1 റിവാർഡ് പോയിന്റ് ആയി. സിമ്പിൾ. നെക്സ്റ്റ് മന്തും നിങ്ങൾ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ വീണ്ടും ഒരു 5 പോയിന്റ് കയറി. കാര്യം 10 യൂറോക്ക് 5 പോയിന്റ് കിട്ടും. അങ്ങനെ 3 മാസത്തെ ഒരു കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഓരോ മാസവും ഓരോ ആഴ്ചയും 2.5 യൂറോ കിട്ടുന്നതനുസരിച്ച് ഒരു മാസം 10 യൂറോ കിട്ടുന്നു. 3 മാസം കൊണ്ട് 30 യൂറോ കിട്ടുന്നു. ഈ 30 യൂറോക്ക് എത്ര പോയിന്റ് ആണ് നിങ്ങൾക്ക് കയറുന്നത് ചോദിച്ചാൽ 15 പോയിന്റ് കൂടി ആടാം. അങ്ങനെയാണെങ്കിൽ ഈ 15 പോയിന്റ് പ്ലസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ബാലൻസ് ആയ 50 പോയിന്റുകൾ കൂട്ടുമ്പോൾ 65 പോയിന്റ് നിങ്ങളുടെ കയ്യിലായി 3 മാസം കഴിഞ്ഞു. ആ 65 പോയിന്റിന് എന്ത് വാല്യൂ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു പോയിന്റിന് 2 യൂറോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 65 പോയിന്റിന് 130 യൂറോക്ക് വാല്യൂ ഉള്ള റിവാർഡ് പോയിന്റ് നിങ്ങളുടെ കയ്യിൽ. ഈ 130 യൂറോ വാല്യൂ ഉള്ള 65 റിവാർഡ് പോയിന്റിന്റെ ഒരു ഡിവിഡന്റ് എവറി 3 മന്ത്സ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അത് ഈ സ്ട്രീം ലൈൻ ബോണസ് എന്ന് പറയുന്ന ആ റിവാർഡ് പോയിന്റിന്റെ ഡിവിഡന്റ് ഇൻകം നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് മാറും. സോ ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു അസറ്റ് പോലെ നിങ്ങൾ കരുതിയാൽ മതി. നിങ്ങൾ ഈ ബിസിനസിന്റെ ഭാഗമാകുമ്പോൾ കമ്പനിയുടെ അസോസിയേറ്റ് പാർട്ട്നേഴ്സിന്റെ ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു ഓണർ റൈറ്റ്സ് നിങ്ങളിലേക്ക് കിട്ടുന്നത് കണക്കാക്കുന്ന ഒരു അക്കൗണ്ടാണ്. അതാണ് C1 റിവാർഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാത്തൊരു വ്യക്തിക്കാണ് 2.5 യൂറോ വെച്ച് കയറുന്നതെങ്കിൽ നിങ്ങൾ എന്നുള്ള വ്യക്തി ഈ ബിസിനസ്സിലെ ഒരു പാക്കേജ് പർച്ചേസ് ചെയ്തിട്ട് മിനിമം ഒരു വ്യക്തിയെങ്കിലും ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീക്കിലും 5 യൂറോ വെച്ച് ആ അക്കൗണ്ടിലേക്ക് ആടാവും. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 20 യൂറോ കയറുന്നുണ്ട്. ആ 20 യൂറോക്ക് ഏകദേശം 10 പോയിന്റ് അതിലേക്ക് ആടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 മാസം കൊണ്ട് 60 പോയിന്റ്സിന് 30 യൂറോ കയറുമ്പോൾ 30 പോയിന്റ് കയറുമ്പോൾ 50 പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത നിങ്ങൾക്ക് 50 + 30 80 പോയിന്റ് ആയിട്ട് അത് മാറുന്നതാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എന്നുള്ള വ്യക്തി ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം മിനിമം 2 വ്യക്തികളെങ്കിലും ഈ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 7.5 യൂറോ വെച്ച് എവറി വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ C1 റിവാർഡ് അക്കൗണ്ടിലേക്ക് ആഡ് ആകും. അതിൽ വരുന്ന ഇൻകം നിങ്ങൾക്ക് 3 മന്ത്സ് കൂടുമ്പോൾ ഒരു ഡിവിഡന്റ് എന്നുള്ള രീതി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ എന്നുള്ള വ്യക്തി ഈ ബിസിനസ്സിലേക്ക് കടന്നു വരികയും ഒരു 3-4 വ്യക്തികളെ ഡയറക്റ്റ് കൊണ്ടുവന്നാൽ പോലും നിങ്ങൾക്കൊരു 10 യൂറോ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും കയറുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ 3 മാസം കഴിയുമ്പോഴും നിങ്ങൾക്ക് എത്ര യൂറോക്ക് അനുസരിച്ചുള്ള റിവാർഡ് പോയിന്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ അതിന്റെ ഒരു ഡിവിഡന്റ് നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത്. ഇതാണ് സ്ട്രീം ലൈൻ ബോണസ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം. ഈ സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞ ബോണസ് നമുക്ക് എത്രത്തോളം നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരുന്നോ അതിനനുസരിച്ച് കൂട്ടി എടുക്കാം. നിങ്ങൾ 4 പേരെ കൊണ്ടുവരുമ്പോഴാണ് 10 യൂറോ എങ്കിൽ നിങ്ങൾ എന്നുള്ള വ്യക്തി 5 വ്യക്തികളെ ഡയറക്റ്റ് കൊണ്ടുവന്നാൽ ബ്ലാക്ക് പാക്ക് എന്ന് പറഞ്ഞ പാക്കേജ് എടുക്കുകയും നിങ്ങൾ ഡയറക്റ്റ് 5 പേരെ കൊണ്ടുവരികയും ചെയ്താൽ നിങ്ങൾക്ക് 15 യൂറോയിലേക്ക് കൺവേർട്ട് ആക്കാം. നിങ്ങൾ എന്നുള്ള വ്യക്തിക്ക് ബ്ലാക്ക് പാക്കിൽ നിന്നുകൊണ്ട് 6 പേരെ കൊണ്ടുവന്നാൽ 25, 7 പേരെ കൊണ്ടുവന്നാൽ 50, 8 പേരെ കൊണ്ടുവന്നാൽ 75 യൂറോ വെച്ച് എവറി വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ഒരു ഇൻകം ആണ് സ്ട്രീം ലൈൻ ബോണസ് എന്ന് പറയുന്ന ഇൻകം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ വളരെ വർത്തി ആയിട്ടുള്ള ഒരു ഇൻകം ആണ് ഡിയർ ഫ്രണ്ട്സ്. നിങ്ങളുടെ പാക്കേജ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ സ്ട്രീം ലൈൻ ബോണസ് ലഭിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പാക്കേജ് ഏതാണോ ബേസിക് പാക്ക് അതിനനുസരിച്ചുള്ള സ്ട്രീം ലൈൻ ബോണസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഈ ചാർട്ട് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതാണ്. ഈ ഒരു ഇൻകം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. കാര്യം ഇത് എല്ലാ ആഴ്ചയിലും 2.5 യൂറോ അല്ലെങ്കിൽ 5 യൂറോ അതല്ലെങ്കിൽ 10 യൂറോ അതല്ലെങ്കിൽ 50 യൂറോ 75 യൂറോ അല്ലെങ്കിൽ 250 യൂറോ അതല്ലെങ്കിൽ ഏറ്റവും മാക്സിമം ഉള്ള 2250 യൂറോ വെച്ച് കിട്ടുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ 2250 യൂറോ അല്ലെങ്കിൽ 2000 യൂറോ അതല്ലെങ്കിൽ 5 യൂറോ അല്ലെങ്കിൽ 2.5 യൂറോ എത്രയാണെങ്കിലും അത് എല്ലാ ആഴ്ചയിലും വരുന്നത് നമ്മളുടെ ആ അക്കൗണ്ടിലേക്ക് ആടായി കിടക്കത്ത് മാത്രമേ ഉള്ളൂ. 3 മന്ത്സ് കൂടുമ്പോൾ മാത്രമേ ആ യൂറോക്ക് അനുസരിച്ചുള്ള ഡിവിഡന്റിന്റെ അതിന്റെ പോയിന്റിന്റെ ഒരു ഡിവിഡന്റ് നമ്മുടെ മെയിൻ അക്കൗണ്ടിലേക്ക് വരും. സോ ഇതൊരു അസറ്റ് പോലെ നമുക്ക് കരുതാം. കാര്യം നിങ്ങൾ എന്നുള്ള വ്യക്തി ഈ ബിസിനസ്സിലെ പാർട്ണറായിട്ട് വന്നതിന് ശേഷം എത്രത്തോളം പാർട്ട്നേഴ്സിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് കൂടുതൽ കൊണ്ടുവരുന്നത് അതിനനുസരിച്ച് കൂടുതൽ സ്ട്രീം ലൈൻ ബോണസ് ലഭിക്കുന്നതാണ്. അത് കൂടുതൽ സ്ട്രീം ലൈൻ ബോണസ് ലഭിക്കുന്നത് നിങ്ങൾ ഡയറക്റ്റ് കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നതിന്റെ ബേസിലും നിങ്ങളുടെ പാക്കേജ് അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ബേസിലുമാണ് നിങ്ങൾക്ക് ആ ഇൻകം കൂട്ടിയെടുക്കാൻ സാധിക്കും. സോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. സോ നിങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യുമ്പോഴും ഈ ഒരു ഇൻകം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴും വളരെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ ഒരു ഇൻകം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻകം ആണ്. പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു ഇൻകം കൂടിയാണ്. കാര്യം എല്ലാ ആഴ്ചയിലും 2.5 യൂറോ അല്ലെ 5 യൂറോ അല്ലെ 10 യൂറോ വെച്ച് കിട്ടും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ വ്യക്തികൾ ആ 2.5 യൂറോ എന്റെ അക്കൗണ്ടിലേക്ക് വന്നില്ല എന്നുള്ള ചോദ്യം ചിലപ്പോൾ ചോദിക്കാം. അത് അവരുടെ അക്കൗണ്ടിലേക്ക് വരും. C1 റിവാർഡ് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അത് കാണിക്കുന്നത് പോയിന്റ് സിസ്റ്റത്തിലാണ്. അപ്പൊ എത്രയാണോ യൂറോ വരുന്നത് അതിനനുസരിച്ചുള്ള പോയിന്റ് ആയിട്ട് കൺവേർട്ട് ആണ് അവിടെ വരുന്നത്. ആ പോയിന്റ് ആയിട്ട് കാണിക്കുന്ന ഇൻകം
3 months കൂടുമ്പോഴേ അവരുടെ മെയിൻ അക്കൗണ്ടിലേക്ക് അത് ഡിവിഡൻഡ് എന്നുള്ള ഫോമിൽ വരുത്തും. അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്രൗഡ് വൺ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കമ്പനി കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു എക്സ്ചേഞ്ച് ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പോയിന്റ് ആ കമ്പനി പറയുന്ന അളവിൽ നിങ്ങൾക്ക് അത് വിൽക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വിൽക്കുകയാണെങ്കിൽ അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണോ ആ റേറ്റ് നിങ്ങൾക്കത് വിറ്റ് പൈസ ആക്കി മാറ്റാം. കാര്യം ഇപ്പം 2 യൂറോ ആണ് ഒരു പോയിന്റിന്റെ വാല്യൂ. നാളെ ചിലപ്പോൾ 2.5 ആകാം, 3 ആകാം, 5 ആകാം, ചിലപ്പോൾ 10 വരെ ആകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 50 പോയിന്റ് ഉണ്ടെങ്കിൽ നാളെ അത് 10 വെച്ചാണെങ്കിൽ അത് 500 പോയിന്റ് ആയിട്ട് 500 യൂറോക്ക് വാല്യൂ ഉള്ള ഒരു രീതിയിലേക്ക് അത് മാറും. അപ്പോൾ ക്രൗഡ് വൺ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൂടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പോയിന്റ് വേറെ ആൾക്ക് സെയിൽ ചെയ്യാനൊരു ഓപ്ഷൻ കൂടി വരുന്നതാണ്. പക്ഷേ ഈ ബിസിനസ് മോഡൽ പഠിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തികൾ പോലും ഈ പോയിന്റ് കൊടുക്കത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഈ ഒരു പോയിന്റ് എത്രത്തോളം കയ്യിൽ ഹോൾഡ് ചെയ്യുന്നു, ഈ യൂറോ കൂട്ടിക്കൊണ്ട് എത്രത്തോളം പോയിന്റ്സ് കയ്യിൽ ഹോൾഡ് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ലോങ് ടൈം റെസിഡ്യൂവൽ ഇൻകം നമ്മുടെ കൈകളിലേക്ക് വരുന്നത്. സോ നിങ്ങളുടെ കയ്യിലുള്ള പോയിന്റ് നിങ്ങൾ വേറെ ആൾക്ക് ട്രേഡ് ചെയ്തോ അല്ലെ സെയിൽ ചെയ്ത് പൈസ ആക്കി മാറ്റിയോ നിങ്ങളുടെ കയ്യിൽ പിന്നെ 0 പോയിന്റ് ആയിരിക്കും. അതിനനുസരിച്ചുള്ള ഇൻകം മാത്രമേ നിങ്ങൾക്ക് പിന്നീട് ലോങ് ടൈം റെസിഡ്യൂവൽ നിന്ന് കിട്ടത്തുള്ളൂ. സോ നമുക്ക് ലോങ് ടൈം റെസിഡ്യൂവൽ ഇൻകത്തിൽ എവറി മന്ത് 15-ാം തീയതി കിട്ടുന്ന ഇൻകം കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പോയിന്റ്സ് എപ്പോഴും കൂടുതൽ കയ്യിൽ ഉണ്ടാകണം. സോ ആ പോയിന്റ്സിന് എല്ലാ 3 മാസം കൂടുമ്പോഴും കമ്പനി ഡിവിഡൻഡ് തരുന്നതാണ് ഇതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യം. ഇന്നത്തെ ദിവസം ആ ഇൻകം ഈ പറയുന്ന സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞ ബോണസ് ആദ്യമായിട്ട് കമ്പനി ക്രൗഡ് വണ്ണിലെ മെമ്പേഴ്സ് കൊടുത്ത ദിവസം കൂടിയാണ്. കാരണം ഈ ഒരു സിസ്റ്റം 1 വർഷമായിട്ട് വന്നതാണ്. 1 വർഷമായിട്ട് ഈ ഒരു ക്രൗഡ് വൺ എന്ന് പറഞ്ഞ പ്രോജക്റ്റിനെ മനസ്സിലാക്കി ഏറ്റെടുത്ത വ്യക്തികൾക്ക് എല്ലാവർക്കും നല്ലൊരു പോയിന്റ് അവരുടെ കയ്യിലേക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോയിന്റ്സിനനുസരിച്ചുള്ള ഒരു ഡിവിഡൻഡ് ഓരോ ആളുകൾക്കും അവരവരുടെ റാങ്കിനനുസരിച്ചുള്ള ഒരു ഡിവിഡൻഡ് അവരുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇന്ന് കൊടുത്ത ദിവസം കൂടിയാണ്. വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റ് ടൈമിൽ നമ്മുടെ ബാക്ക് ഓഫീസിൽ ക്ലെയിം ചെയ്യാൻ ഒരു ഓപ്ഷൻ അതിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ പ്രോജക്റ്റ് കേൾക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി മെമ്പേഴ്സ് ഇട്ട ആളുകൾക്ക് അത് എത്രത്തോളം അവരുടെ പോയിന്റ്സ് അനുസരിച്ച് കിട്ടി എന്നുള്ളത് അറിയാവുന്നതാണ്. അത് നിങ്ങളുടെ ടീമിലേക്ക് ഷെയർ ചെയ്ത് അത് അവരെ കൂടെ ഒന്ന് കൺവിൻസ് ചെയ്ത് അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നല്ലൊരു റാങ്ക് പൊസിഷനിലേക്ക് എത്തി നല്ല രീതിയിൽ ഒരു കയ്യിൽ ഒരു പോയിന്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പോയിന്റ് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഡിവിഡൻഡ് ആയിട്ടും കിട്ടും, പിന്നീട് നിങ്ങൾക്ക് ലോങ് ടൈം റെസിഡ്യൂവൽ ആയിട്ടും എല്ലാം കിട്ടുന്നതാണ്. ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ ഈ ഒരു ഇൻകത്തിനെ പറ്റി കൂടുതൽ സംശയമുള്ള ആളുകൾക്ക് നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് അപ്രോച്ച് ചെയ്ത് അല്ലെങ്കിൽ കൊണ്ടുവന്ന വ്യക്തികളോട് ചോദിച്ചു കൂടുതൽ മനസ്സിലാക്കിയെടുക്കാം. സോ ഡിയർ ഫ്രണ്ട്സ്, സിമ്പിൾ ആണ്. നിങ്ങൾ എന്നുള്ള വ്യക്തി വിചാരിച്ചാൽ നിങ്ങൾക്ക് 2.5 യൂറോ മുതൽ 2250 യൂറോ വരെ ആഴ്ച നേടാൻ സാധിക്കുന്നതാണ് എന്ന് അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏകദേശം എല്ലാ ഇൻകംസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ ഇൻകംസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ബിസിനസ് സ്ട്രക്ചർ കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, ക്രൗഡ് വൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ 2 അസോസിയേറ്റ് പാർട്ട്നേഴ്സ് ആണ് മിക്സ്ചർ ആൻഡ് അഫിൽഗോ. ഈ പറയുന്ന അഫിൽഗോയായിട്ടും മിക്സ്ചറായിട്ടും കമ്പനി ചെയ്തിരിക്കുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ERC-20 സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ബ്ലോക്ക് ചെയിൻ ERC-20 സ്മാർട്ട് കോൺട്രാക്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ സെക്യൂർഡ് ആയിട്ട് ചെയ്യുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ്, ഒരു എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റ് പ്രകാരം കൃത്യമായിട്ട് ക്രൗഡ് വൺ എന്ന് പറയുന്ന മെമ്പേഴ്സിലേക്ക് അതിന്റെ അസോസിയേറ്റ് പാർട്ട്നേഴ്സ് ആയ അഫിൽഗോയുടെയും മിക്സ്ചറിന്റെയും പ്രോഫിറ്റിന്റെ 80% വരുന്നതാണ് നിങ്ങൾ ഇത് കാണുന്നത്. അത് 40% നെറ്റ്വർക്ക് ലെവലിലേക്ക് 1 മുതൽ 18 വരെയുള്ള പൂളിലേക്ക് റാങ്കിങ് ലെവലിലേക്ക് നെറ്റ്വർക്ക് ലെവൽ എന്ന രീതിയിൽ എല്ലാ മാസവും 15-ാം തീയതി മന്ത്ലി പേ ഔട്ട് ആയിട്ട് നമുക്ക് ലോങ് ടൈം റെസിഡ്യൂവൽ ഇൻകം എന്ന പേരിൽ തരുന്നു. അതിൽ ഒരു 40% ഓണർ റൈറ്റ്സ് എന്ന രീതിയിൽ റിവാർഡ് പോയിന്റിന്റെ സിസ്റ്റത്തിൽ ക്വാർട്ടർലി പേ ഔട്ട് ആയിട്ട് ഡിവിഡൻഡ് ആയിട്ട് ക്വാർട്ടർലി പേ ഔട്ട് ആയിട്ട് നമുക്ക് തരുന്നതാണ് മറ്റൊരു 40%. സോ അഫിൽഗോയുടെയും മിക്സ്ചറുടെയും ലാഭത്തിന്റെ 100 രൂപ അല്ലെങ്കിൽ 100 യൂറോ ലാഭം കിട്ടിയാൽ അതിൽ 20 യൂറോ അവരുടെ ചെലവിന് മാറ്റി വെക്കുകയും ബാക്കി 80 യൂറോ ഈ പറയുന്ന ക്രൗഡ് വണ്ണിലെ മെമ്പേഴ്സിലേക്ക് തന്നെ വിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ 80 രൂപയിൽ 40 രൂപ എല്ലാ മാസവും വിരിച്ചു കൊടുക്കുന്ന നെറ്റ്വർക്ക് ലെവലിലേക്കും മന്ത്ലി പേ ഔട്ട് ആയിട്ട് കൊടുക്കുന്നു. ബാക്കി 40 രൂപ ഓണർ റൈറ്റ്സ് ആയിട്ട് റിവാർഡ് പോയിന്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് 3 മാസം കൂടുമ്പോൾ അതിന്റെ ഡിവിഡൻഡ് കൊടുക്കും. സോ ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെ ബിസിനസ് പറയുന്നതല്ലേ, നിങ്ങൾ പ്രസന്റേഷനിൽ മാത്രം കാണിക്കുന്നില്ല, ഇതൊക്കെ കൊടുക്കുമോ, ഇതെല്ലാം കിട്ടുമോ, ഇതൊക്കെ പൊട്ടിപ്പോകത്തില്ല, ഇതൊക്കെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന വ്യക്തികൾക്കുണ്ടാകും. അപ്പൊ ആ വ്യക്തികളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ക്രൗഡ് വൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ അസോസിയേറ്റ് പാർട്ട്നേഴ്സുമായിട്ട് കമ്പനിക്കുള്ളത് ഒരു ബ്ലോക്ക് ചെയിൻ ERC-20 സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ആ കോൺട്രാക്ട് ഒരിക്കലും തിരുത്താനോ അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൽ യാതൊരു മാനിപ്പുലേഷനോ നടത്താൻ സാധിക്കുന്നില്ല. സോ ആ ഒരു വെൽ സെക്യൂർഡ് ആയിട്ടുള്ള വെൽ സെറ്റ് ആയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ERC-20 കോൺട്രാക്ട് പരം സിസ്റ്റമാറ്റിക് ആയിട്ട് സിസ്റ്റം പ്രകാരം കറക്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സിലേക്ക് അവരുടെ റാങ്കിനനുസരിച്ചും അവരുടെ റിവാർഡ് പോയിന്റിനനുസരിച്ചും കൃത്യമായിട്ട് ഇൻകം പോകുന്ന ഒരു സിസ്റ്റമാണ്
അത് എനിക്ക് ഉൾപ്പെടെ ഇന്ന് ഈ ഒരു ബിസിനസിന്റെ പാർട്ടായിട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും അവരവരുടെ റാങ്കിനും അവരവരുടെ റിവാർഡ് പോയിന്റിനും അനുസരിച്ചുള്ള ഒരു ഇൻകം ഇന്ന് വന്നിട്ടുള്ളതുമാണ്. സോ അത് നമ്മുടെ ഫ്രണ്ട്സിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കൂടെ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്കോ അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ്. സോ ബ്ലോക്ക് ചെയിൻ ERC-20 സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയാണ് ക്രൗഡ് വണ്ണിലെ മെമ്പേഴ്സിന് ഇൻകം കിട്ടുന്നത് എന്ന് അർത്ഥം. അപ്പം ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ കമ്പനിയുടെ പ്രൊഫൈൽ ഡിസ്കസ് ചെയ്തു, കമ്പനിയുടെ ബിസിനസ് മോഡൽ ഡിസ്കസ് ചെയ്തു, കമ്പനിയുടെ മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്തു, അതിൽ കിട്ടുന്ന ഇൻകം ഡിസ്കസ് ചെയ്തു, അത് എങ്ങനെയാണ് ആ ഇൻകം നമ്മളിലേക്ക് വരുന്നതെന്ന് ഡിസ്കസ് ചെയ്തു, ആരൊക്കെയാണ് നമ്മുടെ അസോസിയേറ്റ് പാർട്ട്നേഴ്സ് എന്ന് ഡിസ്കസ് ചെയ്തു, അതിന് എത്രത്തോളം സാധ്യതയുള്ളതാണ് ആ ഒരു മേഖല എന്ന് ഡിസ്കസ് ചെയ്തു. ഇനി എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ, ക്രൗഡ് വൺ എന്ന് പറഞ്ഞ ബിസിനസ് മോഡലിന്റെ ഒരു പാർട്ടായിട്ട് മാറാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് വരാം. കാര്യം നിങ്ങളുടെ ബാങ്ക് ത്രൂ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലെ ഒരു പാക്കേജ് പർച്ചേസ് ചെയ്ത് മെമ്പർ ആകും. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റിലൂടെ വരാം, അതുപോലെ നിങ്ങൾക്ക് വിസ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തീരിയം, ബിറ്റ്കോയിൻ തുടങ്ങിയുള്ള ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ഇതിലെ പാക്കേജ് പർച്ചേസ് ചെയ്യാം. അതേപോലെ തന്നെ ഗിഫ്റ്റ് കോഡ് എന്ന് പറയുന്ന ഏറ്റവും ഈസി മെത്തേഡ് ആയിട്ടുള്ള ആ ഗിഫ്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്തും നിങ്ങൾക്ക് ഈ ഒരു പാക്കേജിലേക്ക് അല്ലെങ്കിൽ ക്രൗഡ് വണ്ണിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇപ്പം COVID-19 അതല്ലെങ്കിൽ ഈ പറയുന്ന ലോക്ക്ഡൌൺ എന്ന് പറയുന്ന കുറെ സാങ്കേതികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ലോകം നേരിടുന്നതുകൊണ്ട് തന്നെ ബാങ്ക് ട്രാൻസ്ഫർ, ക്രെഡിറ്റ് പേയ്മെന്റ് അല്ലെങ്കിൽ വിസ കാർഡ് പോലുള്ള പേയ്മെന്റുകൾ ആ ഒരു ട്രാൻസാക്ഷൻ മോഡ് താൽക്കാലികമായിട്ട് പെൻഡിങ് ആണ്. ഇപ്പോൾ അത് നിലവിൽ നമുക്ക് അവൈലബിൾ അല്ല. സോ എത്തീരിയം അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ അക്കൗണ്ടിലൂടെ അതല്ലെങ്കിൽ ഗിഫ്റ്റ് കോഡിലൂടെ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാക്കേജ് പർച്ചേസ് ചെയ്ത് ഇതിലെ മെമ്പർ ആകാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻകം വരുന്നതും ഗിഫ്റ്റ് കോഡിലൂടെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇൻകം ആക്കി മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ ബിറ്റ്കോയിൻ അക്കൗണ്ടിലേക്കോ എത്തീരിയം അക്കൗണ്ടിലേക്കോ മാറ്റാം. അതല്ലെങ്കിൽ നമുക്ക് വരുന്ന യൂറോ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബാങ്കിലേക്ക് KYC അപ്ലോഡ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് തടസ്സമില്ലാതെ നമുക്ക് ചെയ്യാം. നോർമൽ ഒരു അതിന് എത്രയാണോ സമയം ആ സമയത്തിനനുസരിച്ച് നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത്. സോ പലതരത്തിലുള്ള മെത്തേഡിലൂടെ നിങ്ങൾക്ക് ക്രൗഡ് വൺ എന്ന് പറയുന്ന ബിസിനസ് പ്രോജക്റ്റിന്റെ പാർട്ടായിട്ട് മാറാവുന്നതാണ്. ഗിഫ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഏതെങ്കിലും ഒരു പാർട്ണർ ആയിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ ക്രൗഡ് വൺ ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് അദ്ദേഹം ചെയ്യുന്ന ബിസിനസ്സിനനുസരിച്ചുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുസരിച്ചുള്ള ആ പോയിന്റിനനുസരിച്ചുള്ള ഒരു ഇൻകം യൂറോ ആയിട്ട് അദ്ദേഹത്തിന്റെ മെയിൻ അക്കൗണ്ടിൽ ഉണ്ടാകും. ആ മെയിൻ അക്കൗണ്ടിൽ ബാലൻസ് ഒരു 100 യൂറോ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ആ 100 യൂറോ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു 99 യൂറോയുടെ ഗിഫ്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു പാക്കേജ് എടുക്കാനും പറ്റും. ആ 99 യൂറോയുടെ ഗിഫ്റ്റ് കോഡ് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരാളുടെ സൈനപ്പ് വെക്കാം. അപ്പൊ അദ്ദേഹത്തിന് ഈസി ആയിട്ട് അത് അയാൾക്ക് ഇതിന്റെ ഒരു ഭാഗമായിട്ട് മാറാം. അതാണ് ഇതിൽ പറയുന്ന ഒരു പോയിന്റ്. ദെൻ എങ്ങനെയാണ് ഇനി ഇതിന്റെ രജിസ്ട്രേഷൻ എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ ഒരു പാർട്ടായിട്ട് മാറണമെങ്കിൽ സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യണം, നിങ്ങളുടെ ഒരു സ്പോൺസർ ഉണ്ടാകണം. കാരണം ഓൾറെഡി ഏതെങ്കിലും ഒരു അത് ഓതറൈസ്ഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നിലവിലെ ഒരു ക്രൗഡ് വൺ മെമ്പറിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ സാധിക്കത്തുള്ളൂ. സോ അദ്ദേഹത്തിന്റെ യൂസർ നെയിം, അതായത് സ്പോൺസർ നെയിം എന്ന് പറയുന്ന സെഗ്മെന്റിൽ അദ്ദേഹത്തിന്റെ യൂസർ നെയിം കാണിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം വേണം, ലാസ്റ്റ് നെയിം വേണം, അഡ്രസ് വേണം, പിൻകോഡ് വേണം, മെയിൽ ID വേണം, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ ജോയിൻ നൗ കൊടുത്താൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ അവിടെ കംപ്ലീറ്റ് ആയി. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് പേജ് പോകുന്ന പാക്കേജ് സെലക്ട് ചെയ്യാനാണ്. പലതരത്തിലുള്ള പാക്കേജസ് ഉണ്ട്, നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാം. ആ പാക്കേജ് അനുസരിച്ചുള്ള എമൗണ്ട് നിങ്ങൾക്ക് ബിറ്റ്കോയിൻ അക്കൗണ്ടിലൂടെ, എത്തീരിയം അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറിലൂടെ അതുമല്ലെങ്കിൽ ഗിഫ്റ്റ് കോഡിലൂടെ ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജോയിനിങ് നടക്കുന്നതാണ്. 1 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഒരു പാക്കേജ് പർച്ചേസ് ചെയ്ത് ക്രൗഡ് വണ്ണിന്റെ ഒരു പാർട്ണറായിട്ട് മാറാവുന്നതാണ്. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ തുടക്കം മുതൽ പറയുന്നുണ്ട്, ഒരു പാക്കേജ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്, ഒരു പാക്കേജ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത്. ക്രൗഡ് വണ്ണിന്റെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താലേ നിങ്ങൾക്ക് മെമ്പർ ആകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പാർട്ണർ ആകത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്താണ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ പാക്കേജസ് ആണ് ഡിയർ ഫ്രണ്ട്സ്. ക്രൗഡ് വൺ എന്ന് പറയുന്ന ബിസിനസ് മോഡലിലൂടെ പർച്ചേസ് ചെയ്ത് അംഗങ്ങളാകുന്നതും നമ്മൾക്ക് സെയിൽ ചെയ്യുന്നതും എഡ്യൂക്കേഷൻ പാക്കേജ് ആണ്. സോ ക്രൗഡ് വൺ ഈസ് ആൻ എഡ്യൂക്കേഷൻ. ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പാക്കേജ് പർച്ചേസ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അവർക്ക് പ്രൊഫഷണലി കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പലതരത്തിൽ ഉപകാരപ്പെടുന്ന ടോപ്പിക്സ് അടങ്ങിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പാക്കേജാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു എഡ്യൂക്കേഷനിലൂടെ നമ്മളെ ഒരു ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുപോയിട്ട് അതിലൂടെ നമുക്ക് ബിസിനസ്സിലൂടെ ഇൻകം കിട്ടുന്ന ഒരു സിമ്പിൾ കൺസെപ്റ്റ് ആണ്. സോ ക്രൗഡ് വൺ ഈസ് ആൻ എഡ്യൂക്കേഷൻ, ഗെയിമിംഗ് ആൻഡ് ബിസിനസ്. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ പാക്കേജ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ പാക്കേജ് ഉണ്ട്. ബ്രോൺസ് സ്റ്റാർട്ടർ കിറ്റ് എന്ന് പറയുന്ന വൈറ്റ് പാക്കേജ് പർച്ചേസ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് പാക്കേജ് ബ്ലാക്ക് എന്ന് പറഞ്ഞ പാക്കേജ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ
സിൽവർ ബേസിക് ലേണിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്സ് വെച്ചുകൊണ്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗോൾഡ് എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ കോഴ്സസ് അടങ്ങിയിട്ടുള്ള പാക്കേജ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ കുറെ കണ്ടന്റ്സ് ഉണ്ട്. ഏറ്റവും ടോപ്പ് പാക്കേജ് പ്ലാറ്റിനം എന്ന് പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സസ് പാക്കേജ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് നമുക്ക് പ്രൊഫഷണലി കരിയർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ടോപ്പിക്സ് അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ എല്ലാ പാക്കേജിലും ക്രൗഡ് വൺ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ പാക്കേജിനകത്തും എങ്ങനെ ക്രൗഡ് മാർക്കറ്റിംഗ് ചെയ്യാം, അതല്ലെങ്കിൽ എങ്ങനെ ഒരാളുടെ മൈൻഡ് സെറ്റ് ഇംപ്രൂവ് ചെയ്യാം, എങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വളരെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇംപ്രൂവ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള ടോപ്പിക്സ് നമുക്ക് കരിയർ ഡെവലപ്മെന്റിനും നമ്മളുടെ പ്രൊഫഷണൽ നോളജിനും കൂട്ടിയെടുക്കാനും നമുക്ക് ക്രൗഡ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പഠിച്ചെടുക്കാനും പറ്റുന്ന തരത്തിലുള്ള വിവിധ തരം എഡ്യൂക്കേഷണൽ പാക്കേജസ് ആണ് നമ്മൾക്ക് കമ്പനി ഓഫർ തരുന്നതും, അല്ലെങ്കിൽ ആ പാക്കേജസ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്നത്. മൈ ഗ്രിറ്റ് ഹബ് എന്ന് പറഞ്ഞ കമ്പനിയുടെ എഡ്യൂക്കേഷൻ പാക്കേജസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അത് ഓരോരോ റേറ്റും നമുക്ക് അവൈലബിൾ ആണ്. ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തു, പാക്കേജിന്റെ പേരുകൾ പറഞ്ഞു, വൈറ്റ്, ബ്ലാക്ക്, ഗോൾഡ്, ടൈറ്റാനിയം എന്ന് പറഞ്ഞത് പലതരത്തിലുള്ള പാക്കേജസ് ഉണ്ട്. ആ ഓരോ പാക്കേജ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ബേസിക് പാക്കായ വൈറ്റ് പാക്കേജ് 99 യൂറോക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത റിവാർഡ് പോയിന്റ് 50 പോയിന്റ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കമ്പനി തരുന്നതാണ്. ആ 50 പോയിന്റിന് ഏകദേശം 100 യൂറോയുടെ വാല്യൂ ഉള്ളതാണ്. നിങ്ങൾക്ക് 4 ലെവൽ വരെയുള്ള സ്ട്രീം ലൈൻ ബോണസും നേടാൻ സാധിക്കുന്നതാണ് ആ ഒരു വൈറ്റ് പാക്കേജ് വെച്ചുകൊണ്ട്. അതുപോലെ തന്നെ ആ ഫസ്റ്റ് ലെവലിലുള്ള മാച്ചിങ് ബോണസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, അതായത് ആ 4 പേരുടെ മാച്ചിങ് ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ അതിന്റെ നെക്സ്റ്റ് അപ്ഡേറ്റഡ് വെർഷൻ ബ്ലാക്ക് എന്ന് പറഞ്ഞ പാക്കാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ ബ്ലാക്ക് പാക്കേജിനനുസരിച്ചുള്ള 300 യൂറോക്ക് വാല്യൂ ഉള്ള 150 റിവാർഡ് പോയിന്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ കാണുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 8 ലെവൽ വരെയുള്ള സ്ട്രീം ലൈൻ ബോണസ് നേടാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് 2 ലെവൽ വരെയുള്ള മാച്ചിങ് ഇൻകവും നേടാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഒരു ഗോൾഡ് എന്ന് പറഞ്ഞ പാക്കേജ് 799 യൂറോ ഉള്ള ഏകദേശം 72,000 വില വരുന്ന ഗോൾഡ് പാക്കേജ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1000 യൂറോക്ക് അനുസരിച്ചുള്ള 500 റിവാർഡ് പോയിന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ 12 ലെവൽ വരെയുള്ള സ്ട്രീം ലൈൻ ബോണസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. 4 ലെവൽ വരെയുള്ള ആളുകളുടെ മാച്ചിങ് ഇൻകവും നേടാൻ പറ്റുന്നതാണ്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് പാക്കേജ് ടൈറ്റാനിയം എന്ന് പറയുന്ന 2499 യൂറോയുടെ പാക്കേജ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഇന്ത്യൻ മണി 2.25 ലക്ഷം രൂപ ചെലവ് വരും. അപ്പോൾ നിങ്ങൾക്ക് 3500 യൂറോ വാല്യൂ വരുന്ന 1750 റിവാർഡ് പോയിന്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് 20 പേരെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യാനും ആ 20 ലെവൽ വരെയുള്ള സ്ട്രീം ലൈൻ ഇൻകം, അതായത് 2250 യൂറോ വരെ ആഴ്ചയിൽ കിട്ടുന്ന സ്ട്രീം ലൈൻ ഇൻകം നേടാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാച്ചിങ് ബോണസ് ആയിട്ട് 5 ലെവൽ വരെയുള്ള ടീമിന്റെ 5 ലെയർ വരെയുള്ള അവരുടെ ബൈനറിയുടെ മാച്ചിങ് ഇൻകവും നമുക്ക് കിട്ടുന്നതാണ്. സോ വൈറ്റ് പാക്കേജിന് ഏകദേശം 9,000 രൂപ, ബ്ലാക്ക് പാക്കേജിന് 27,000 രൂപ, ഗോൾഡിനാണെങ്കിൽ 72,000 രൂപ, ടൈറ്റാനിയത്തിനാണെങ്കിൽ 2.25 ലക്ഷം രൂപ. അപ്പോൾ നിങ്ങൾ ഒരു ബേസിക് പാക്ക് പർച്ചേസ് ചെയ്തിട്ട് ഈ ബിസിനസ് എന്താണെന്ന് പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഓരോ പാക്കേജിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിവാർഡ് പോയിന്റും അതിനനുസരിച്ചുള്ള ലെവൽ സ്ട്രീം ലൈനിങ് ബോണസിൽ ലെവൽ ഇംപ്രൂവ് ചെയ്യാൻ, അതിനനുസരിച്ച് തന്നെ മാച്ചിങ് ഇൻകവും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിയർ ഫ്രണ്ട്സ്, ക്രൗഡ് വൺ എന്ന് പറഞ്ഞ കമ്പനി എന്തുകൊണ്ട് ഇത്രയും വ്യത്യസ്തമാകുമെന്ന് ചോദിച്ചാൽ, ക്രൗഡ് വൺ എന്ന് പറഞ്ഞ കമ്പനി ലോകത്ത് ഒരു കമ്പനികളും ഓഫർ ചെയ്യാത്ത ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻകം സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഈ കമ്പനി പലതരത്തിലുള്ള എൻകറേജ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾക്ക് പലതരത്തിലുള്ള റെക്കഗ്നിഷൻ പ്രോഗ്രാം കൂടി കമ്പനി വെക്കുന്നു. അതായത് 2020 ലക്ഷറി VIP ക്രൂസ് പ്രോഗ്രാം കമ്പനി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇന്ന് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിക്ക് പോലും പങ്കെടുക്കാൻ സാധിക്കുന്നു. കാരണം ഈ കമ്പനിയിൽ ഏകദേശം 18ഓളം റാങ്കുകൾ കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ റാങ്കും നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ പോയിന്റിനനുസരിച്ച് കയറുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഈ ബിസിനസിന്റെ 10ാമത്തെ ലെവൽ റാങ്ക് ആയ ഡയറക്ടർ 1 സ്റ്റാർ 1 എന്ന റാങ്കിലേക്ക് എത്തുകയാണെങ്കിൽ ജൂലൈ 31 മുന്നേ നിങ്ങൾ ഈ കമ്പനിയുടെ 10ാം റാങ്ക് ആയ ഡയറക്ടർ സ്റ്റാർ 1 എന്ന റാങ്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 2020 ലക്ഷറി VIP ക്രൂസ് പ്രോഗ്രാമിൽ ഏകദേശം 8 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ പാക്കേജ് വരുന്ന ആ ഒരു പ്രോഗ്രാമിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കമ്പനി കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ അനുഭവിക്കാത്ത തരത്തിലുള്ള എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നമുക്കൊരു യാത്ര ആ ഒരു ക്രൂയിസ് പ്രോഗ്രാമിലൂടെ അനുഭവിച്ചറിയാവുന്നതാണ്. സോ പലതരത്തിലുള്ള എൻകറേജ്മെന്റ് അല്ലെങ്കിൽ പലതരത്തിലുള്ള റെക്കഗ്നിഷൻ പ്രോഗ്രാമും ക്രൗഡ് നമ്മുടെ മുന്നിലേക്ക് തരുന്നു. ഓൾറെഡി നിങ്ങൾ ഒരു ക്രൗഡ് പർച്ചേസ് ചെയ്ത ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ബാക്ക് ഓഫീസിൽ കയറി നോക്കിയാൽ ലാസ്റ്റ് ഇയർ ചെയ്ത ലക്ഷറി VIP ക്രൂസിന്റെ ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ നെറ്റിൽ കയറി പരിശോധിച്ച് നോക്കിയാൽ തന്നെ കാണാം. അപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും എത്രത്തോളം ലക്ഷറിയസ് ആയിരുന്നു ആ ഒരു പ്രോഗ്രാം വരുന്നു, എത്രത്തോളം ഒരു വാല്യൂ ഉള്ള ഒരു പ്രോഗ്രാം ആണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. സോ ആ ഒരു റാങ്ക് അച്ചീവ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്താം. അത് ഫാമിലി ഉൾപ്പെടെ പോകാനുള്ള സംവിധാനങ്ങൾ ആ റാങ്കിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ റാങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടി കൂട്ടാവുന്നതാണ്. സോ മിനിമം നിങ്ങൾ 10ാമത്തെ ലെവലുള്ള
ഡയറക്ടർ 1 എന്ന് പറഞ്ഞ സ്റ്റാർ 1 എന്ന് പറഞ്ഞ റാങ്കിലെത്തിയ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷറി ക്രൂയിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഈ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഈ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തികൾക്കുള്ള ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയാണ്, ഇപ്പോൾ ക്രൗഡ് വണ്ണിന്റെ ഒരു എപ്പിക് പ്രൊമോഷൻ ഇവിടെ റൺ ചെയ്യുകയാണ്. എപ്പിക് പ്രൊമോഷൻ എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഇതിൽ പലതരത്തിലുള്ള പാക്കേജസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. വൈറ്റ് പാക്കേജ്, ബ്ലാക്ക് പാക്കേജ്, ഗോൾഡ് ആൻഡ് ടൈറ്റാനിയം. ഏത് പാക്കേജ് ആണോ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് കമ്പനി ഫ്രീ ആയിട്ട് നെക്സ്റ്റ് പാക്കേജിലേക്ക് ഓട്ടോ അപ്ഡേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു വൈറ്റ് പാക്കേജ് 9,000 രൂപയുടെ ഒരു വൈറ്റ് പാക്കേജ് ആണ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ വിത്തിൻ മിനിറ്റ്സിൽ തന്നെ കമ്പനി അത് വൈറ്റിൽ നിന്നും ബ്ലാക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കും. കമ്പനി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ബ്ലാക്ക് പാക്കേജിന് അനുസരിച്ചിട്ടുള്ള സ്ട്രീം ലൈൻ ഇൻകവും, ബ്ലാക്ക് പാക്കേജിന് അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള മാച്ചിങ് ലെവൽ ബോണസും, ബ്ലാക്ക് പാക്കേജിന് അനുസരിച്ചിട്ടുള്ള റിവാർഡ് പോയിന്റും ലഭിക്കുന്നതുമാണ്. സോ 9,000 രൂപ മുടക്കുന്ന വ്യക്തിക്ക് 27,000 പാക്കേജിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണെന്ന് അർത്ഥം. അത് നിങ്ങളൊരു ബ്ലാക്ക് പാക്കേജ് ആണ് ഇപ്പോൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കമ്പനി നേരെ അത് ഗോൾഡ് എന്ന് പറഞ്ഞ പാക്കേജിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരും. സോ 72,000 വാല്യൂ ഉള്ള ആ ഗോൾഡ് പാക്കേജിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ എന്നുള്ള വ്യക്തി ഒരു ഗോൾഡ് പാക്കേജ് ആണ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കമ്പനി അത് ഏറ്റവും ടോപ്പ് പാക്കേജ് 2.25 ലക്ഷത്തിന്റെ ടൈറ്റാനിയം പാക്കേജിലേക്ക് ഓട്ടോ അപ്ഗ്രേഡ് ചെയ്ത് തരുന്നതാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊമോഷൻ ആണ് ഡിയർ ഫ്രണ്ട്സ് ഇപ്പോൾ നടക്കുന്നത്. സോ ഈ എപ്പിക് പ്രൊമോഷന്റെ സാധ്യത മനസ്സിലാക്കി അത് എത്രയും പെട്ടെന്ന് തന്നെ, ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഈ ബിസിനസ് അപ്രോച്ച് ചെയ്ത വ്യക്തിയെ 100% ഗ്യാരണ്ടീഡ് ആയിട്ട് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. അതുപോലെ തന്നെ ഈ ബിസിനസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾക്ക്, നിങ്ങളൊരു വൈറ്റ് പാക്കേജ് നിൽക്കുന്ന വ്യക്തിയാണെന്ന് കരുതുക. നിങ്ങൾ ഈ എപ്പിക് പ്രൊമോഷൻ പീരീഡ് ഉണ്ട്, ആ എപ്പിക് പ്രൊമോഷൻ തീരുന്നതിന് മുന്നേ, അതായത് ജൂലൈ 3 മുന്നേ നിങ്ങൾ വൈറ്റ് പാക്കേജിൽ നിന്നും നെക്സ്റ്റ് പാക്കായ ബ്ലാക്കിലേക്ക് ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി നേരെ അത് ഗോൾഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരും. സോ വൈറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി, ഇപ്പോൾ വൈറ്റ് പാക്കേജ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ബ്ലാക്കിലേക്ക് ടോപ്പ് അപ്പ് ചെയ്താൽ ആ വ്യക്തിക്ക് കമ്പനി നേരെ ഗോൾഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കും. ആ വ്യക്തി ഇപ്പോൾ ബ്ലാക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തി നേരെ ഗോൾഡിലേക്ക് ടോപ്പ് അപ്പ് ചെയ്താൽ ആ വ്യക്തിക്ക് കമ്പനി ഗോൾഡിൽ നിന്നും ടൈറ്റാനിയത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. സോ ഡിയർ ഫ്രണ്ട്സ്, എപ്പിക് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. കമ്പനി തന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ പ്രൊമോഷൻ ആണ്. ജൂലൈ 4 വേൾഡ് ഒരു ഈവന്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഈവന്റിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പലതരത്തിലുള്ള അനൗൺസ്മെന്റും വരുന്നുണ്ട്. ക്രൗഡ് വൺ എന്ന് പറഞ്ഞ കമ്പനിയെ ലോകം മുഴുവൻ ഉറ്റുനോക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണ്. ആ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മാക്സിമം ആളുകൾക്ക് ഈ ഒരു അവസരം കിട്ടാൻ വേണ്ടി കമ്പനി സ്റ്റാർട്ട് ചെയ്തൊരു സ്പെഷ്യൽ പ്രൊമോഷൻ ആണ് എപ്പിക് പ്രൊമോഷൻ. ആ എപ്പിക് പ്രൊമോഷനിൽ നിങ്ങൾ ഒരു പാക്കേജ് പർച്ചേസ് ചെയ്താൽ അതിന്റെ തൊട്ട് അപ്ഡേറ്റഡ് വേർഷനിലേക്ക് കമ്പനി ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് തരുന്നതാണെന്ന് സാരം. അതുപോലെ തന്നെ ആ എപ്പിക് പ്രൊമോഷൻ ടൈമിൽ നിലവിലെ വ്യക്തി അവരുടെ തൊട്ടടുത്ത പാക്കേജിലേക്ക് ടോപ്പ് അപ്പ് ചെയ്താൽ ആ വ്യക്തിക്ക് അതിന്റെ അടുത്ത ലെവലിലേക്ക് കമ്പനി ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് സാരം. സോ ഈ ഒരു എപ്പിക് പ്രൊമോഷൻ നല്ല രീതിയിൽ ഉപയോഗിക്കുക. പുതുതായിട്ട് കേൾക്കുന്ന ആളുകളും ഓൾറെഡി ബിസിനസ് പഠിച്ചു വരുന്ന ആളുകളും എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പ്രൊമോഷൻ തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ പാക്കേജസ് ഓരോന്നും അപ്ഗ്രേഡ് ചെയ്ത് അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾ നേടണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഏകദേശം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതിനു മുന്നേ ഇത്രയും പോയിന്റ്സ് നിങ്ങളുടെ മൈൻഡിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം. കാരണം ഏകദേശം നിങ്ങൾ ഈ ഒരു 1 അവറിനടുത്ത് ഈ ഒരു പ്രോഗ്രാം കേട്ടു, പല കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം. സോ ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ തെറ്റായ രീതിയിൽ മാർക്കറ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ലോകത്തിന്റെ പല ഇടങ്ങളും കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുള്ള ഇടങ്ങളെല്ലാം കമ്പനി ഇടപെടുകയും അല്ലെങ്കിൽ ആ അത്തരം ആളുകൾക്കെതിരെയുള്ള ആക്ഷൻസ് കമ്പനി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ക്രൗഡ് വൺ എന്ന് പറഞ്ഞ കമ്പനി ലോകത്തിന്റെ ഏത് രാജ്യത്ത് നിന്ന് പ്രൊമോട്ട് ചെയ്യുന്നോ ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള, ആ രാജ്യത്തിന്റെ എല്ലാവിധ കാര്യങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓതറൈസ്ഡ് ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണ്. ക്രൗഡ് വൺ എന്ന് പറഞ്ഞ കമ്പനിക്ക് വ്യക്തമായ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട്. ഇവിടെ ഓരോ വ്യക്തികൾക്കും ഇൻകം കിട്ടുന്നത് അതിനനുസരിച്ച് മാത്രമാണ്. അല്ലാതെ ഒരിക്കലും തെറ്റായ രീതിയിലോ അല്ലെങ്കിൽ എന്താ പറയാ വെറുതെ ഇരുന്നിട്ടോ ഒന്നും യാതൊരു തരത്തിലുള്ള വരുമാനം ക്രൗഡ് വൺ ആർക്കും കൊടുക്കുന്നത്. സോ ഇത്രയും പോയിന്റ്സ് നമ്മളുടെ മനസ്സിലുണ്ടാകണം. ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. മറിച്ച് ഓൾറെഡി മെമ്പർ ആയിട്ട് നിൽക്കുന്ന ആളുകൾ മറ്റൊരാളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ പോയിന്റ്സ് ശ്രദ്ധിക്കണം. സോ വി ആർ നോട്ട് എ സെല്ലിംഗ് ഷെയർസ്. നമ്മൾ ഒരിക്കലും ഇവിടെ ഷെയറുകൾ സെല്ല് ചെയ്യുന്നില്ല. നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്തത് ഇവിടെ ക്രൗഡ് വൺ റിവാർഡ് പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. ആ റിവാർഡ് പോയിന്റിനനുസരിച്ച് ഒരു ഡിവിഡൻഡ് നിങ്ങൾക്ക് ലഭിക്കുമെന്നും പറഞ്ഞു. ആ റിവാർഡ് പോയിന്റ് ക്രൗഡ് വൺ എക്സ്ചേഞ്ച് വരുമ്പോൾ സെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുമെന്ന് പറഞ്ഞു. ഒരിക്കലും അപ്പൊ ഒരു ഷെയർ അല്ല നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിവാർഡ് പോയിന്റ് മാത്രമാണ്. സോ വി ആർ ഗിവിംഗ് ഫ്രീ ഓണർ റൈറ്റ്സ് ഓഫ്
അഫ്ലിഗോ ആൻഡ് മിക്സ്റ്റർ. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് എ ഗാംബ്ലിംഗ് കമ്പനി. കാരണം പലതരത്തിലുള്ള ഗെയിംസുകളാണ് കമ്പനി മാർക്കറ്റിംഗ് ചെയ്യുന്നത് പറഞ്ഞു. അതിൽ സോഷ്യൽ മൊബൈൽ ഗെയിംസും ഗാംബ്ലിംഗ് ഗെയിംസും, അതും ഗവൺമെന്റിന്റെ പോളിസിക്ക് അനുസരിച്ച് ലൈസൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഗെയിമുകൾ മാത്രം, ഗാംബ്ലിംഗ് ഗെയിംസ് മാത്രം. അങ്ങനെയാണെങ്കിൽ പോലും ക്രൗഡോൺ ഈസ് നോട്ട് എ ഗാംബ്ലിംഗ് കമ്പനി. ക്രൗഡോൺ ഈസ് എ മാർക്കറ്റിംഗ് കമ്പനി ഓഫ് സെവറൽ ടൈപ്പ് ഓഫ് ഗെയിംസ്. അത് മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ക്രൗഡോൺ ഈസ് നോട്ട് എ ക്രിപ്റ്റോ കമ്പനി. ക്രൗഡ് വൺ എന്താ പറയുന്നത്? ക്രിപ്റ്റോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ബിറ്റ്കോയിൻ, എത്തീരിയം പോലുള്ള മെത്തേഡിലൂടെ പേയ്മെന്റ്സ് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനും അല്ലെങ്കിൽ പേയ്മെന്റ്സ് എടുക്കാനും പറ്റുന്നു, ഇൻകം ഏൺ ചെയ്യാനും പറ്റുന്നു മാത്രമേ ഉള്ളൂ. ക്രൗഡോൺ ഈസ് നോട്ട് പ്രൊമോട്ടിംഗ് ക്രിപ്റ്റോ കൺസെപ്റ്റ് ബിക്കോസ് ക്രിപ്റ്റോ എന്നുള്ളൊരു വാക്ക് നമ്മളുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇന്ത്യ പോലെ രാജ്യത്തൊക്കെ നെഗറ്റീവാണ്. കാര്യം പലതരത്തിലുള്ള ചീറ്റിങ്ങും ഫ്രോഡ് പരിപാടികളും അതിന്റെ ബേസിൽ നടന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള രാജ്യങ്ങളാണ് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളുണ്ട്. അപ്പം അത്തരം രാജ്യങ്ങളിൽ ഈ ക്രിപ്റ്റോയുടെ ഇടപാടാണ് അല്ലെങ്കിൽ ബിറ്റ്കോയിൻ വഴിയാണ് ഇതിന്റെ പേയ്മെന്റ് അങ്ങോട്ട് അടക്കുക അല്ലെങ്കിൽ എത്തീരിയം വഴി എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഇതിനെ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ ക്രിപ്റ്റോ കമ്പനി. വി ആർ നോട്ട് പ്രൊമോട്ടിംഗ് ക്രിപ്റ്റോ കൺസെപ്റ്റ്. വി ആർ യൂസിംഗ് ബിറ്റ്കോയിൻ ആൻഡ് എത്തീരിയം ഫോർ ദ പേയ്മെന്റ്സ് ഓൺലി. സോ ആൻഡ് ഓൾസോ ക്രൗഡോൺ ഈസ് നോട്ട് ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ്. ക്രൗഡോൺ ഒരിക്കലും ഒരാളോട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനല്ല പറയുന്നത്. ക്രൗഡോൺ ചെയ്യുന്ന ഒരു പാക്കേജ് ആണ് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നത്, ഒരു പാക്കേജ് സെയിൽ ചെയ്യുന്നതിന്റെ പ്രോഫിറ്റ് ആണ് അവർക്ക് കൊടുക്കുന്നത്. സോ ഇത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരിക്കലും നിങ്ങൾ പറയുന്നത് 9,000 രൂപ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഡിസ്കസ് ചെയ്താൽ ഇതൊരു പാക്കേജ് പർച്ചേസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ പാക്കേജ് സെയിലും ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൃത്യമായ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ ബാക്ക് ഓഫീസിൽ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈഗ്രിറ്റ് ഹബ് എന്ന് പറയുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്ന സെക്ഷൻ, മൈഗ്രിറ്റ് എന്ന് പറയുന്ന ഹബ് എന്ന് പറയുന്ന കണക്ഷനിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഗോ ടു മൈഗ്രിറ്റ് ഹബ് വെബ് എന്ന് പറഞ്ഞ ലിങ്ക് വരും. ആ ലിങ്കിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ പാക്കേജ് അനുസരിച്ചുള്ള പ്രോഡക്റ്റ് കൃത്യമായിട്ട് കാണാം. ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിന്റെ ഇൻവോയ്സ് ഉൾപ്പെടെ നിങ്ങളുടെ അക്കൗണ്ട്സിൽ കാണാൻ സാധിക്കുന്നതാണ്. സോ ഇറ്റ്സ് നോട്ട് ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ്, ഇറ്റ്സ് എ പാക്കേജ് എഡ്യൂക്കേഷണൽ പ്രോഡക്റ്റ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇതൊരു എഡ്യൂക്കേഷൻ കമ്പനിയാണ്. ക്രൗഡോൺ ഈസ് ആൻ എഡ്യൂക്കേഷൻ കമ്പനി. ലോകത്തുള്ള ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് പഠിപ്പിച്ചുകൊണ്ട് അവരിലൂടെ പലതരത്തിലുള്ള ഗെയിംസ് മാർക്കറ്റ് ചെയ്ത് അവർക്ക് ഇൻകം കൊടുക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ് ക്രൗഡോൺ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആൻഡ് ക്രൗഡോൺ ഈസ് നോട്ട് ഡെവലപ്പിംഗ് എനി ഗെയിംസ്. ക്രൗഡോൺ ജനറേറ്റിംഗ് റിയൽ കസ്റ്റമർ ഫോർ ദീസ് ഗെയിംസ്. ഗെയിംസിന് വേണ്ടിയിട്ടുള്ള കസ്റ്റമേഴ്സിനെ മാത്രമാണ് ക്രൗഡോൺ ജനറേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ക്രൗഡോൺ ഒരിക്കലും ഒരു ഗെയിമിംഗ് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. സോ ക്രൗഡോൺ ഈസ് നോട്ട് എ ഗെയിമിംഗ് കമ്പനി. Crowdon is not an investment concept. Crowdon is not promoting any crypto companies, and Crowdon is not a gambling company, and Crowdon not selling any shares. ഇത്രയും പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം. ക്രൗഡോൺ എന്താണ് ചെയ്യുന്നുള്ള റൈറ്റ് സൈഡിൽ ഓൾറെഡി പറയുന്നുണ്ട്. We are giving free owner rights of Afigo and Mixer, and we are a marketing company. We are using Bitcoin and Ethereum for the payments only, and we are offering profit sharing for these Crowdon members. And we are an education company, and we are generating real customers for this Afigo and Mixer. So, dear friends, ഇത്രയും പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇത്രയും പോയിന്റ്സ് മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കണം നിങ്ങൾ മറ്റൊരാളിലേക്ക് ഈ ഒരു പ്രോജക്ട് ഷെയർ ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ടതും. എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇത് മാർക്കറ്റിംഗ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കരുത് എന്ന് സാരം. കാരണം ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം ഉള്ള ഏറ്റവും ഒരു റിയൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ്. ഈ ഒരു ബിസിനസ് മോഡൽ വളരെ വ്യക്തമായിട്ട് വളരെ പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ഒരാളോട് ഡിസ്കസ് ചെയ്യുകയും വളരെ ജെന്യൂൻ ആയിട്ട് ഇതിന്റെ കറക്റ്റ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മാത്രം പറഞ്ഞ് ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്ക് റിയൽ കസ്റ്റമേഴ്സിനെ കിട്ടുകയും നിങ്ങൾക്ക് അതിലൂടെ നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഒരു ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഡിസിഷൻ നിങ്ങളുടേതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്തുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് എന്ന ഒരു മേഖലയിലെ ഏറ്റവും റീഇൻവെന്റഡ് ഫോമായ ക്രൗഡ് വൺ എന്ന് പറയുന്ന ബിസിനസ് മോഡലിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ നിങ്ങൾ കേട്ട് കഴിയൂ. ആ ഒരു അപ്ഡേറ്റഡ് വേർഷനായ ബിസിനസ് മോഡൽ നിങ്ങൾക്ക് വേണ്ടതാണോ, നിങ്ങൾക്ക് വേണ്ടാത്തതാണോ, എന്താണ് ക്രൗഡ് വൺ, എന്താണ് ബിസിനസ് എന്ന് നിങ്ങളുടെ സ്വന്തം ചിന്തയിലും നിങ്ങളുടെ അറിവിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഏതെങ്കിലും ഒരു സുഹൃത്തോ ബന്ധുവോ പറയുന്ന തെറ്റായ അഭിപ്രായം കേട്ടിട്ട് ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾ വേണ്ട എന്ന് വെക്കരുത്. കാരണം ഇതിനെപ്പറ്റി പഠിക്കാൻ നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോം, ട്വിറ്ററിലുള്ള അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അതുപോലെ ഗൂഗിൾ കയറി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് സൗകര്യത്തിലൂടെ ക്രൗഡ് വണ്ണിനെ പറ്റി പഠിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു ഡിസിഷൻ എടുക്കാവുള്ളൂ. അല്ലാതെ ഒരിക്കലും മറ്റൊരാൾ പറയുന്നതോ അല്ലെങ്കിൽ വേറൊരു വ്യക്തി പറയുന്ന ഒരു മണ്ടൻ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഓപ്പർച്യൂണിറ്റിയെ തള്ളിക്കളയരുത് എന്ന് പറയുന്ന കൊണ്ട് മാത്രം ഇമ്പോസിബിൾ ഈസ് നത്തിങ്, അസാധ്യമായിട്ട് ഒന്നുമില്ല. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നേടാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഏതൊക്കെ ലക്ഷ്യങ്ങളിലേക്കാണോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്,
അത്തരമുള്ള ആഗ്രഹങ്ങളിലേക്കൊക്കെ വളരെ ഈസി ആയിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിക്കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫ് സെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു എൻജോയ്മെന്റ് ലെവലിലേക്ക് മാറ്റാനും സാധിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ക്രൗഡ് വൺ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. ഈ ഒരു ക്രൗഡ് വൺ ബിസിനസ് മോഡൽ എനിക്ക് മനസ്സിലായതുപോലെ, ഞാൻ ഏറ്റെടുത്തതുപോലെ, ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് ഒരു ഇൻകം ഏൺ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റെടുത്ത് ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്തു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസന്റേഷൻ ക്ലോസ് ചെയ്യുകയാണ്. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.